ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തദാ നാരദോ നഗ്നജിത് ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശക. ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് മഹാദോഷങ്ങളാണ് എടുത്തുകൊണ്ട്. മഹാദോഷങ്ങൾ കഴിഞ്ഞോ? ലാസ്റ്റ് അവസാനം എഴുതിയ നോട്ട് എന്ത് വരുന്നു? ലാസ്റ്റ് ഡേയില് 20-ാമത്തെ. ഓക്കെ. അപ്പൊ 21 മഹാദോഷങ്ങളില് 19 നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്ത 20-ാമത്തെയാണ്. അതിന്റെ ഹെഡിങ് എഴുതിയായിരുന്നല്ലോ അല്ലേ? 20-ാമത്തെ ഞാൻ പ്രസന്റ് ചെയ്യാം. നമ്മൾ ആ 19-ാമത്തെ ഒന്നും കൂടെ ജസ്റ്റ് ഒരു ഓർമ്മ വേണ്ടി ഒന്ന് എടുത്താണ്. 21 മഹാദോഷങ്ങളിൽ 19-ാമത്തത് കന്നിമൂലയിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റും വെയിറ്റും വേണ്ട കന്നിമൂലയിൽ തറയും മേൽക്കൂരയും മറ്റു ഭാഗങ്ങളൊക്കെ താന്നിരിക്കുക ആണ് 19-ാമത്തെ മഹാദോഷമായിട്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തു കഴിഞ്ഞു. അതിലൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കന്നിമൂല സൗത്ത് വെസ്റ്റ്, അവിടെ മിസ്സിംഗ് ആണ്. കന്നിമൂല മിസ്സിംഗ് എന്ന് പറയുമ്പോൾ അവിടെ വെയിറ്റും ഹൈറ്റും ഒന്നുമില്ല, അവിടെ കംപ്ലീറ്റ് എം ടി ആണ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഇത് പിരമിഡ് വെച്ചിട്ടുള്ള കറക്ഷൻ. 5 പിരമിഡ്, 4 പിരമിഡ്, 4 മൂലയ്ക്ക് മധ്യത്തിലൊരു പിരമിഡ്. ഇതിന്റെ ഡയറക്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 5 പിരമിഡുകളും ഫേസിങ് നോർത്ത് ആയിരിക്കണം, നോർത്ത് ഫേസിങ് ആയിട്ട്. ലെവൽ കറക്ഷൻ പിരമിഡ്സ് 5 എണ്ണമാണ്. അതിന്റെ ഡയറക്ഷൻ അതാ കൊടുത്തേക്കുന്നത്. എല്ലാം നോർത്തിലേക്ക് ഫേസ് ചെയ്യത്തക്കണം വേണം. ഇതെല്ലാം അവിടെ കുഴിച്ചിട്ട് ആ താഴെ മണ്ണിനടിയിൽ നമ്മൾ സാധാരണ ഇത് പിന്നെ പിരമിഡിന്റെ ഇൻസ്റ്റലേഷൻ നമ്മൾ പഠിച്ചതാണ്. 2.5 അടി ആഴത്തിലുള്ള കുഴി കുഴിച്ചിട്ട് അതിലേറ്റവും അടിയിൽ 2 ഇഞ്ച് ഘനത്തിൽ മണല്, അതിന് മുകളിൽ 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, അതിന് മുകളിൽ 2 ഇഞ്ച് ഘനത്തിൽ വേപ്പല. അങ്ങനെ 6 ഇഞ്ച് വയ്ക്കുമ്പോൾ 2.5 അടി കുഴിയിൽ പിന്നെ 2 അടി ബാക്കി വരും. അപ്പോൾ 2 അടി താഴ്ചയിലാണ് നമ്മൾ പിരമിഡ് സ്ഥാപിക്കുന്നത്. പിരമിഡ് സ്ഥാപിച്ചിട്ട് ചുടുകാട്ട വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ അതിന്റെ മുകളിൽ തിരിച്ച മണ്ണങ്ങ് മൂടും. അപ്പോൾ ആ ഒരു 2 അടി അടിയിലായിട്ടായിരിക്കും പിരമിഡ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ 5 പിരമിഡ് നമ്മൾ അവിടെ കുഴിച്ചിടണം. കുഴിച്ചിട്ട് കഴിയുമ്പോൾ അവിടെ ഒരു എനർജി ഫീൽഡ്, ശരിക്കും ആ എനർജി ഫീൽഡ് കറക്റ്റായിട്ട് വരാൻ 2-3 മാസം വരെ എടുക്കും. ആ ഒരു 3 മാസത്തിനകം ഒരു എനർജി ഫീൽഡ് അവിടെ ഉണ്ടാവുകയും ആ ലെവൽ അവിടെ ലെവലിന്റെ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. കോർണർ മിസ്സിങ്ങിന്റെ ദോഷപരിഹാരം അല്ല ഇത്. അവിടെ മിസ്സിങ് പിന്നെ അവിടെ ഇത് ലെവൽ കുറഞ്ഞ ലെവൽ താഴ്ന്നതിന്റെ പരിഹാരമാണ് ലെവൽ കറക്ഷൻ പിരമിഡ് വയ്ക്കുന്നത്. അവിടെ ലെവൽ താഴ്ന്നു, കന്നിമൂല താഴാൻ പാടില്ല. കന്നിമൂല താഴുന്നത് കൊണ്ടുള്ള ദോഷപരിഹാരമാണ് ഈ 5 പിരമിഡ് വെക്കുന്നത്. അപ്പൊ ഇത് വയ്ക്കുമ്പോ മഹാദോഷം മാറി കിട്ടും. പക്ഷെ ഫുള്ളായിട്ടുള്ള ദോഷം മാറണമെങ്കിൽ ഇവിടെ ഒരു റൂമായിട്ട് അവിടെ പൂർണ്ണമായിട്ട് ദോഷം മാറണമെങ്കിൽ നമുക്കറിയാം കന്നിമൂല എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂമിന് ഏറ്റവും നല്ല സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു മുറിയായിട്ട് തലയൊക്കെ ഫൗണ്ടേഷനും ബേസ്മെന്റും അതുപോലെ തന്നെ ഭിത്തിയും റൂഫും എല്ലാം ചെയ്തൊരു മുറിയാക്കി അവരുടെ ബെഡ്റൂം ആക്കി, മാസ്റ്റർ ബെഡ്റൂം ആക്കി എടുക്കാൻ ഒക്കുമെങ്കിൽ, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അവിടെ നമുക്ക് ആ താഴ്ച ഇല്ലാതാവും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്താണ്. ഇവിടെ 2 മഹാദോഷങ്ങൾ ഉണ്ട്. ഒന്ന് കന്നിമൂല, നമുക്കറിയാം പിന്നെ
4 മൂലകളുള്ളതിൽ കന്നിമൂല ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു വീടിന്റെ കന്നിമൂല മിസ്സിംഗ് ആണെങ്കിൽ അത് മഹാദോഷമാണ്. അതുപോലെ മറ്റു 3 മൂലകൾ, അത് ഈശാനുമൂല, അഗ്നിമൂല, വായുമൂല, ഇത് 3ഉം മിസ്സിംഗ് ആണെങ്കിലേ മഹാദോഷമാവുള്ളൂ. കന്നിമൂല മാത്രം മിസ്സിംഗ് ആയാലും, മിസ്സിംഗ് കോർണർ വന്നാലും അത് മഹാദോഷമാണ്. നമ്മൾ നേരത്തെ അത് കഴിഞ്ഞാണ്. അപ്പൊ ആ മഹാദോഷം മാറ്റാനായിട്ട് ഇത് ഉണ്ട്. അപ്പൊ 2 മഹാദോഷങ്ങൾ, ഒന്ന് കന്നിമൂല മിസ്സിംഗ് എന്നുള്ളതും, പിന്നെ കന്നിമൂലയിൽ വെയിറ്റ്, ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അതായത് ഗ്രൗണ്ട് ലെവലിലും റൂഫ് ലെവലിലും രണ്ടിടത്തും താഴുകയാണെങ്കിൽ അത് മഹാദോഷമാണ്. 2 മഹാദോഷം ഇവിടെ ഒരുമിച്ച് വരികയാണ്. 7 and 19 ഈ 2 മഹാദോഷങ്ങൾ. അപ്പോൾ പിരമിഡ് പരിഹാരം ഗ്രൗണ്ടിലും ചെയ്യണം, റൂഫിലും ചെയ്യണം, തറയിലും റൂഫിലും ചെയ്യണം. 21 മഹാദോഷങ്ങൾ. 20ാമത്തത് ഈശാനുമൂലയിൽ, അവിടെ മാത്രം 2 നിലയും, അതായത് വെയിറ്റ് കൂടുന്നു. ഈശാനുമൂല ബാക്കിയുള്ളിടത്തൊക്കെ ഒറ്റ നിലയാണ്, ഈശാനുമൂലയിൽ മാത്രം 2 നില. അപ്പോൾ ആ 2 നിലയുടെ വെയിറ്റും ഹൈറ്റും ഈശാനുമൂല കൂടും, അത് നല്ലതല്ല. ഈശാനുമൂലയിൽ മാത്രം 2 നിലയും, അല്ലെങ്കിൽ തത്തുല്യമായ ഭാര കൂടുതലും, കന്നിമൂലയിൽ കിണർ അല്ലെങ്കിൽ തത്തുല്യമായ കുഴി അല്ലെങ്കിൽ ഭാരക്കുറവും, തത്തുല്യമായ കുഴികൾ ഒരുമിച്ച് വരും. ഈ 2 കൂടെ, ഓരോന്നും സാമാന്യ ദോഷമാണ്, പക്ഷെ 2 കൂടെ ഒരുമിച്ച് വന്നാൽ ഈശാനുമൂലയിൽ 2 നില അല്ലെങ്കിൽ ഒരു വലിയ വെയിറ്റ് വരുന്നു, കന്നിമൂലയിൽ അതുപോലെ വെയിറ്റ് കുറയുകയും ചെയ്യുകയാണെങ്കിൽ അതും ഒരു മഹാദോഷമായിട്ട് വരും. അതാണ് 20ാമത്തെ മഹാദോഷം. അതിന് പിന്നെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ് ഇതിൽ നമുക്ക് ശരിക്കും പിന്നെ കറക്റ്റായിട്ട് പറയാവില്ല ഈശാനുമൂല എങ്ങനെ 2 നിലയാണോ, എന്താണ് ഈ വെയിറ്റ് കൂടുതൽ, ആ കൂടിയ വെയിറ്റിനെ മാറ്റാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇതിന്റെ കറക്ഷൻ വരാനായിട്ട്. നമ്മുടെ ഇതിന്റെ എത്രത്തോളവും ഈശാനുമൂലയിലെ വെയിറ്റും ഹൈറ്റും എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം കുറയ്ക്കുക, കന്നിമൂലയിലെ വെയിറ്റും ഹൈറ്റും എത്രത്തോളം കൂട്ടാമോ അത്രത്തോളം കൂട്ടുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനനുസരിച്ച് അപ്പൊ അത് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ അവിടെ നോക്കി അവിടുത്തെ പരിസ്ഥിതി അനുസരിച്ചേ നമുക്ക് കറക്ഷൻ ഇവിടെ ചെയ്യാൻ ഒക്കുള്ളൂ. അല്ലാതെ ഒരു റെഡിമെയ്ഡ് എല്ലാ ഇതുപോലെ ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് നോക്കി അവിടെ പോയിട്ട് നമുക്ക് എങ്ങനെ ഈശാനുമൂലയിലെയും കന്നിമൂലയിലെയും ദോഷത്തെ മാറ്റിയെടുക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഈശാനുമൂലയില് എന്തെങ്കിലും അവിടെ ഒരു കിണർ എന്തെങ്കിലും കുഴിക്കുകയോ, അതുപോലെ തന്നെ കന്നിമൂലയില് പിന്നെ ഇത് സ്തംഭം കെട്ടുക, അല്ലെങ്കിൽ കന്യാസ്തൂപം കെട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഇനി ഈ കോമ്പൻസേറ്റിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ, നമുക്ക് ഈശാനുമൂലയില് എന്ത് വാസ്തുദോഷം ഉണ്ടെങ്കിലും ആ വാസ്തുദോഷത്തിന് നമ്മളെ 2 വിധി പരിഹരിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് ആ ദോഷം തന്നെ ഇല്ലാതാക്കാം. അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ദോഷം തന്നെ ഇല്ലാതാക്കാം. ഇപ്പൊ ഈശാനുമൂല 2 നില ഉണ്ടെങ്കിൽ ഒരു നില സപ്പോസ്, അല്ലെങ്കിൽ കന്നിമൂലയിൽ കൂടി 2 നില കെട്ടുക, കന്നിമൂലയെ കൊണ്ട് 2 നില കെട്ടി എല്ലായിടത്തും 2 നില ആയി കഴിഞ്ഞാൽ അതിന്റെ ആ ദോഷം മാറി കിട്ടും. അപ്പൊ അങ്ങനെ കൺസ്ട്രക്ഷനിൽ കൂടി ദോഷം മാറ്റിയെടുക്കാം, അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണോ ദോഷം, ആ ദോഷത്തിനെ ഒരു പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു പോസിറ്റീവ് എനർജി ടൂൾ, അതായത് പിന്നെ അനുകൂല ഊർജ ഉപകരണം, പോസിറ്റീവ് എനർജിയുള്ള എന്തെങ്കിലും ഉപകരണം കൊണ്ടിട്ട് ആ നെഗറ്റീവ് എനർജിയെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ അതിനെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് ആ നെഗറ്റീവ് എനർജിനെ നമുക്ക് ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയ്ക്കാം. ഈ കോമ്പൻസേറ്റിംഗ് ഫാക്ടറും കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ദോഷത്തെ വേറൊരു ദോഷം കൊണ്ട് കൂടുകയാണ്. ഇപ്പൊ ഒരു ദോഷം നമുക്ക് പിന്നെ കന്നിമൂലയില് ഒരു വലിയ കുഴിയുണ്ട്, ഇനി ഈശാനുമൂലയില് ഈ പറഞ്ഞതാണ് ഒരു 2 നിലയുണ്ട്. അപ്പൊ ഈ 2 ദോഷങ്ങൾ ഒരുമിച്ച് വരികയാണ്. അപ്പൊ ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് അതിന്റെ ശക്തി വർദ്ധിപ്പിക്കും. കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഇവിടെ ആ കോൺട്രിബ്യൂട്ടറി ഫാക്ടർ വന്നിട്ടുണ്ട്. കാരണം ഈശാനുമൂലയിൽ 2 നില വന്നേക്കുന്നത് ഒരു ദോഷമാണ്, കന്നിമൂലയിൽ ഒരു കിണർ അല്ലെങ്കിൽ കുഴി വന്നേക്കുന്നത് വേറൊരു ദോഷമാണ്. അപ്പൊ ഈ ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് ആ ശക്തി കൂട്ടും. അതിനാണ് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്ന് പറയും. കോമ്പൻസേറ്റീവ് ഫാക്ടർ ആണ് ഒരു ദോഷത്തിനെ വേറൊരു ഗുണം കൊണ്ട് ആ ദോഷത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുകയോ ചെയ്യുക. ഉദാഹരണത്തിന് കന്നിമൂലയിൽ ഒരു കിണർ വരുന്നെങ്കിൽ കന്നിമൂലയിൽ തന്നെ ഒരു മുകളിലോട്ടൊരു നിലയൂടെ കെട്ടുക, അപ്പൊ അവിടെ ഒരു വെയിറ്റ് വരുന്നു കന്നിമൂലയില്. അപ്പൊ ആ ദോഷത്തെ ഒരു നല്ല അളവ്, അത് കോമ്പൻസേറ്റിംഗ് ഫാക്ടറാണ്. അപ്പൊ ആ ദോഷത്തിനെ ഒരു ഗുണം കൊണ്ട് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ഒരു ഗുണത്തിന്റെ ആ ഗുണഫലം കൊണ്ട് ദോഷഫലത്തെ ന്യൂട്രലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിർവീര്യമാക്കുക. അപ്പൊ അതിനാണ് കോമ്പൻസേറ്റിംഗ് ഫാക്ടർ. അപ്പൊ ഈ കോമ്പൻസേറ്റിംഗ് ഫാക്ടറും കോൺട്രിബ്യൂട്ടറി ഫാക്ടറും അറിഞ്ഞിരിക്കണം. ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് ആ ശക്തിയെ വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ ദോഷത്തെ വർദ്ധിപ്പിക്കുന്നതിനാണ്
കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്ന് പറയും. ഒരു ദോഷത്തിന്റെ ശക്തിയെ വേറൊരു ഗുണം കൊണ്ട് ആ ദോഷത്തിന്റെ ശക്തിയെ കുറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ പരമാവധി കുറയ്ക്കുന്നു. അതിനാണ് കോമ്പൻസേറ്റിംഗ് ഫാക്ടർ. അപ്പം പിന്നെ നമുക്കിപ്പോ ഹെഡിങ് എഴുതിയിട്ട് അതിന് പ്രത്യേക പടമൊന്നും ഇല്ല, ഇത് എഴുതിക്കൊള്ളൂ, നോട്ട് എഴുതിക്കൊള്ളൂ. വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരവും പൊക്കവും വരുന്നതും, വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരവും പൊക്കവും വരുന്നതും, വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരവും പൊക്കവും വരുന്നതും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരവും പൊക്കവും വരുന്നതും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴിയും ഭാരക്കുറവും വരുന്നതും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴിയും ഭാരക്കുറവും വരുന്നതും ദോഷകരമാണ്. ഭാരക്കുറവും വരുന്നതും ദോഷകരമാണ്. ഫുൾ സ്റ്റോപ്പ്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഭാരവും പൊക്കവും വരുന്നതും, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴിയും ഭാരക്കുറവും വരുന്നതും ദോഷകരമാണ്. ഫുൾ സ്റ്റോപ്പ്. എക്സെപ്റ്റ് ഈ രണ്ട് ദോഷങ്ങളും കൂടി ഒരുമിച്ച് വന്നാൽ, അത് മഹാദോഷമായി മാറുന്നു. അതായത് ഒരു ദോഷത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേറെ ദോഷം, അത് മഹാദോഷമായി മാറുന്നു. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിന് ഏറ്റവും ഉത്തമമായ പരിഹാരമാർഗം തെക്ക് പടിഞ്ഞാറുള്ള കുഴി, കിണറോ എന്തോ വരും, തെക്ക് പടിഞ്ഞാറുള്ള കുഴി നികത്തുകയും, കിണറാണ് കിണർ മൂടുക. ഇതിനുള്ള ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗം തെക്ക് പടിഞ്ഞാറുള്ള കുഴി നികത്തുകയും, വടക്ക് കിഴക്കുള്ള ഭാരം തെക്ക് കിഴക്കുള്ള കുഴി നികത്തുകയും, വടക്ക് കിഴക്കുള്ള ഭാരം അവിടെ നിന്നും മാറ്റുകയും ചെയ്യുക. ഇതിന് ഏറ്റവും ഉത്തമമായ പരിഹാര മാർഗം തെക്ക് പടിഞ്ഞാറുള്ള കുഴി നികത്തുകയും, വടക്ക് കിഴക്കുള്ള ഭാരം അവിടെ നിന്നും മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. വടക്ക് കിഴക്കുള്ള ഭാരം അവിടെ നിന്നും മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിന് പ്രായോഗികമായി സാധിക്കാതെ വന്നാൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഈ രണ്ട് ദോഷവും മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രണ്ട് ദോഷവും മാറ്റുന്നതിന് പ്രായോഗികമായി സാധിച്ചില്ല, ഏതെങ്കിലും ഒരു ദോഷം മാറ്റിയാലും നമുക്ക് മഹാദോഷത്തിൽ നിന്ന് മാറിക്കിട്ടും. ഇതിന് പ്രായോഗികമായി സാധിക്കാതെ വന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു ദോഷം പരിഹരിച്ചാലും മഹാദോഷത്തിൽ നിന്നും മാറിക്കിട്ടുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. മഹാദോഷത്തിൽ നിന്നും മാറിക്കിട്ടുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതായത് തെക്ക് പടിഞ്ഞാറുള്ള കിണർ മൂടുകയാണെങ്കിൽ മഹാദോഷം മാറുന്നതാണ്. മഹാദോഷം മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ ഇതേ കിണർ അതായത് തെക്ക് പടിഞ്ഞാറ് കിണർ മൂടുകയും
ഇതേ കിണർ തന്നെ വടക്ക് കിഴക്ക് സ്ഥാപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, വടക്ക് കിഴക്ക് ഒരു കിണർ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഗുണം വീണ്ടും കൂടും. അപ്പോൾ അത് കോമ്പൻസേറ്റിംഗ് ഫാക്ടർ ആവും. അതായത് തെക്ക് പടിഞ്ഞാറുള്ള കിണർ മൂടുകയാണെങ്കിൽ മഹാദോഷം മാറുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ ഇതേ കിണർ വടക്ക് കിഴക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ, തെക്ക് പടിഞ്ഞാറ് മൂടിയിട്ട് വടക്ക് കിഴക്ക് സ്ഥാപിക്കുന്നു. എന്നാൽ ഇതേ കിണർ വടക്ക് കിഴക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദോഷം ഏതാണ്ട് പൂർണ്ണമായും മാറുന്നതാണ്. എന്നാൽ ഇതേ കിണർ വടക്ക് കിഴക്ക് സ്ഥാപിക്കുകയാണെങ്കിൽ ദോഷം ഏതാണ്ട് പൂർണ്ണമായും മാറുന്നതാണ്. ഇനി ഇത് കോമ്പൻസേറ്റിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ്. കോമ്പൻസേറ്റിംഗ് ആൻഡ് കോൺട്രിബ്യൂട്ടറി ഫാക്ടേഴ്സ്. ഒരു ദോഷത്തിന്റെ ശക്തിയെ സ്ക്രീനിൽ കാണാം, എഴുതിയിട്ടുണ്ട്. ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന്, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ദോഷം കൊണ്ട് വർദ്ധിപ്പിക്കുന്നതിന് കോൺട്രിബ്യൂട്ടറി ഫാക്ടർ എന്നും കോമ ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ഗുണം കൊണ്ട്, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ഗുണം കൊണ്ട് കുറയ്ക്കുകയോ, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ഗുണം കൊണ്ട് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ഗുണം കൊണ്ട് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിന്, ഒരു ദോഷത്തിന്റെ ശക്തിയെ മറ്റൊരു ഗുണം കൊണ്ട് കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിന് കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്നും പറയുന്നു. സ്പെല്ലിംഗ് സംശയം ഉണ്ടെങ്കിൽ നോക്കി എഴുതാം, സ്ക്രീനിലുണ്ട്. കോമ്പൻസേറ്റിംഗ് ഫാക്ടർ എന്നും പറയുന്നു. ഭാരത 21 മഹാദോഷങ്ങളില് അവസാനത്തെയാണ് 21ാമത്തെ മഹാദോഷമാണ്. 21 മഹാദോഷങ്ങൾ 21. അത് നമുക്ക് ഇവിടെ പിന്നെ ചരിവ് വരുന്നത് നമുക്കറിയാം. കിഴക്കുവശം താന്നും പടിഞ്ഞാറ് പൊങ്ങിയും വരാൻ നല്ലതാണ്. അത് നേരെ തിരിച്ചു വന്നാൽ അതായത് പടിഞ്ഞാറ് വശം താന്നും കിഴക്ക് പൊങ്ങിയും വരുന്ന ദോഷമാണ്. അതുപോലെ തന്നെ തെക്ക് വശം പൊങ്ങിയും വടക്ക് വശം താഴ്ന്നും വരുന്നത് നല്ലതാണ്. നേരെ തിരിച്ച് വടക്ക് പൊങ്ങിയും തെക്ക് താന്നും വന്നാൽ അത് ദോഷമാണ്. ഇനി മൂന്നാമത് വടക്ക് കിഴക്ക് ഭാഗം താന്നും ഈശാനുമൂല താന്നും തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂല പൊങ്ങിയും വരുന്നത് നല്ലതാണ്. അതിന് വിപരീതമായിട്ട് കന്നിമൂല താന്നും ഈശാനുമൂല പൊങ്ങിയും വന്നാൽ അതും ദോഷമാണ്. അപ്പൊ ഇങ്ങനെ ഈ ദോഷങ്ങളെല്ലാം കൂടെ, അതായത് പടിഞ്ഞാറ് താന്നും കിഴക്ക് പൊങ്ങിയും വരിക, തെക്ക് താന്നും വടക്ക് പൊങ്ങിയും വരിക, തെക്ക് പടിഞ്ഞാറ് താന്നും വടക്ക് കിഴക്ക് പൊങ്ങിയും വരിക, ഈ 3 ദോഷങ്ങളും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് വന്നാൽ, ഈ ചരിവിന്റെ ഈ 3 ദോഷങ്ങളും കൂടെ ഒരുമിച്ച് വന്നാൽ അത് മഹാദോഷമാണ്. അതാണ് 21ാമത്തെ എഴുതിക്കൊള്ളുക. വസ്തുവിന്റെയും വീടിന്റെ രണ്ടും വേണം. വസ്തുവിനും വീടിനും അങ്ങനെയാണെങ്കിൽ വസ്തുവിന്റെയും വീടിന്റെയും 21ാമത്തെ മഹാദോഷം വസ്തുവിന്റെയും വീടിന്റെയും തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും, തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും, തെക്കു പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്കും പൊങ്ങിയിരിക്കുക. ഇത് വസ്തുവിനും വീടിനും രണ്ടിടത്തും. മിക്കവാറും ഒരെണ്ണം വസ്തുവിൽ അങ്ങനെയാണെങ്കിൽ വീട് വയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. പക്ഷെ അത് മഹാദോഷം ഉണ്ടാക്കും. വസ്തുവിന്റെയും വീടിന്റെയും തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്കും പൊങ്ങിയിരിക്കുക. ഇത് 3 ദോഷകരമായ സ്ലോപ്പാണ്. ആ 3 ദോഷകരമായ സ്ലോപ്പും കൂടി ഒരുമിച്ച് വരിക, അത് മഹാദോഷത്തിന് കാരണമാകും. ഇത് നമുക്ക് ഒരു എല്ലായിടത്തും അപ്ലൈ ചെയ്യാവുന്ന ഒരു കോമൺ
പരിഹാരം പറയാൻ ഒക്കില്ല. അവിടെ പോയി നോക്കിയിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ പൊങ്ങിയിരിക്കുന്ന സ്ഥലം താഴ്ത്തിയും താഴ്ന്നിരിക്കുന്ന സ്ഥലം പൊങ്ങി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ അത് അങ്ങനെ കൺസ്ട്രക്ഷൻ കൂടെ ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ പരമാവധി പോസിറ്റീവ് എനർജി ടൂൾസും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. അല്ലാതെ അതിനൊരു റെഡിമെയ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മറ്റു പലരും പറയുന്ന പോലെ നമുക്ക് ഇത് ചെയ്യാൻ ഒക്കില്ല. അത് പോയി കണ്ട് എന്തുകൊണ്ടാണ് ഹൈറ്റും വെയിറ്റും കുറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കൂടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രയും ചെയ്യാവുന്നത്രയും ചെയ്യുക. അപ്പൊ അതിന് 21 മഹാദോഷങ്ങൾ 21 നമ്മൾ എഴുതി കഴിഞ്ഞു. വസ്തുവിന്റെയും വീടിന്റെയും തെക്കിനേക്കാൾ വടക്കും പടിഞ്ഞാറിനേക്കാൾ കിഴക്കും തെക്ക് പടിഞ്ഞാറിനേക്കാൾ വടക്ക് കിഴക്കും പൊങ്ങിയിരിക്കുക. എഴുതിക്കോളൂ. ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിന്റെ രീതി അനുസരിച്ച് നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫുൾ സ്റ്റോപ്പ്. ഇവിടെ പരിഹാരമാർഗം സ്ഥലത്തിന്റെ രീതി അനുസരിച്ച് നിശ്ചയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അടുത്ത സെന്റൻസ് കഴിയുന്നതും തെക്ക് വശവും പടിഞ്ഞാറ് വശവും തെക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറും മറ്റു ഭാഗങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ കഴിയുന്നതും തെക്കുവശവും പടിഞ്ഞാറ് വശവും തെക്ക് പടിഞ്ഞാറും മറ്റു ഭാഗങ്ങൾക്കൊപ്പമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഭാരവും പൊക്കവും കൂട്ടുക എന്നതായിരിക്കണം ഉദ്ദേശം. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അത് തന്നെ വസ്തുവിനും വീടിനും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദോഷം പൂർണ്ണമായും മാറ്റുവാൻ സാധിക്കും. അത് പൊങ്ങേണ്ട സ്ഥലം പൊക്കിയും താഴേണ്ട സ്ഥലം താഴ്ത്തുമാക്കുക. കിഴക്കിനേക്കാൾ പടിഞ്ഞാറ് പൊങ്ങിയും വടക്കിനേക്കാൾ തെക്ക് പൊങ്ങിയും ഈശാനുമൂലയേക്കാൾ കന്നിമൂല പൊങ്ങിയും അങ്ങനെ ആക്കാമെങ്കിൽ അത് ഏറ്റവും നല്ലത്. സാധിക്കുമെങ്കിൽ. അല്ലെങ്കിൽ എല്ലാം ഒരേ ലെവലാക്കിയാലും ശരി, ദോഷം മാറും. ഗുണം പ്രത്യേകിച്ച് വരില്ലാതെങ്കിലും ദോഷം മാറി കിട്ടും. അപ്പൊ അതോടുകൂടി നമ്മുടെ 21 മഹാദോഷങ്ങൾ എന്നുള്ള ആ ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ തീർന്നു. ഇനി നമ്മൾ 6ാമത്തെ ചാപ്റ്ററോട് വരികയാണ്. അതായത് നമ്മൾ 21 മഹാദോഷങ്ങളും ആ മഹാദോഷങ്ങൾക്കുള്ള പരിഹാരവുമാണ് കഴിഞ്ഞ ചാപ്റ്റർ, ഇപ്പൊ ഈ 5ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തത്. ഇനി ഈ മഹാദോഷങ്ങൾ അല്ലാതെ സാമാന്യ ദോഷങ്ങള്, അതുപോലെ നിസ്സാര ദോഷങ്ങളൊക്കെ ധാരാളം കിടപ്പുണ്ട്. അപ്പൊ ഇനി നമ്മൾ അടുത്തായിട്ട് എടുക്കാൻ വന്ന മറ്റു ദോഷങ്ങളും പരിഹാരം. മറ്റൊന്ന് ഉദ്ദേശിക്കുന്നത് മഹാദോഷങ്ങൾ അല്ലാത്ത മറ്റ് ദോഷങ്ങൾ. മഹാദോഷങ്ങൾ നേരത്തെ എടുത്തുകൊണ്ട് ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ, 6ാമത്തെ ചാപ്റ്ററിൽ മഹാദോഷങ്ങളൊന്നും എടുക്കില്ല. മഹാദോഷങ്ങൾ അല്ലാതെ ധാരാളം ദോഷങ്ങളുണ്ട്. അപ്പൊ ആ ദോഷം ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ കന്നിമൂല അല്ലാതെ മറ്റേതെങ്കിലും മൂല, ഇപ്പൊ ഈശാന മൂലയോ അല്ലെങ്കിൽ അഗ്നിമൂലയൊക്കെ മിസ്സിങ് കൊണ്ടുവരിക, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറെ മഹാദോഷങ്ങളല്ലാത്ത ദോഷങ്ങൾ വരും. അപ്പൊ ആ ദോഷങ്ങളെയാണ് അടുത്ത ചാപ്റ്റർ 6 അധ്യായം 6 മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. മറ്റു ദോഷങ്ങൾ ഉദ്ദേശിക്കുന്നത് മഹാദോഷങ്ങൾ അല്ലാത്ത ദോഷങ്ങൾ. മഹാദോഷങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ആ മഹാദോഷങ്ങൾ അല്ലാതുള്ള മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. അതിൽ ഒന്നാമത്തത്
അതായത് നമുക്ക് നിസ്സാര ദോഷങ്ങളും സാമാന്യ ദോഷങ്ങളും മഹാദോഷങ്ങളും ഉണ്ട്. മഹാദോഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്ന സാമാന്യ ദോഷങ്ങളും നിസ്സാര ദോഷങ്ങളുമാണ്. സാമാന്യ ദോഷങ്ങൾ കഴിയുന്നിടത്തോളം നമ്മൾ പരിഹരിക്കണം. നിസ്സാര ദോഷങ്ങളും പരിഹരിക്കാൻ കാരണം നിസ്സാര ദോഷങ്ങൾ തന്നെ കുറെ കൂടുതൽ നിസ്സാര ദോഷങ്ങൾ ഒരുമിച്ച് വന്നാൽ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ എഫക്റ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ സാമാന്യ ദോഷത്തിന്റെ എഫക്റ്റ് ആയെന്ന് വരും. അപ്പൊ അതുകൊണ്ട് പരിഹരിക്കാവുന്ന ദോഷങ്ങൾ സാമാന്യ ദോഷമായാലും നിസ്സാര ദോഷമായാലും പരിഹരിക്കാവുന്നതൊക്കെ പരിഹരിക്കുക. അപ്പൊ സാമാന്യ ദോഷങ്ങൾ പരമാവധി പരിഹരിക്കുക, നമ്മുടെ ഉദ്ദേശം അതായിരിക്കണം. നിസ്സാര ദോഷങ്ങൾ പരിഹരിക്കാവുന്നവ പരിഹരിക്കുക. അപ്പൊ ഒന്നാമത്തത്, അത് മറ്റു ദോഷങ്ങളിലും പരിഹാരങ്ങളിലും ഒന്നാമത്തത് ഭൗമിക ശക്തി. ഭൗമിക ശക്തി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, എർത്ത് ഫോഴ്സ്. ഭൗമിക ശക്തി അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക. ശരിക്ക് ഇതിന്റെ എഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൗമിക ശക്തി നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാദോഷത്തിന്റെ ഒക്കെ എഫക്റ്റ് വരുന്ന ഒരു ദോഷമാണ്. പക്ഷെ ഇത് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മള് ഇത് ശരിക്കും നമുക്ക് ഡൗസിങ് റോഡ് അല്ലെങ്കിൽ ഡൗസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പെൻഡുലം ഡൗസിങ് ഒക്കെ ഉപയോഗിച്ച്, അതില്ലെങ്കിൽ ലക്കർ ആന്റിന എന്ന് പറഞ്ഞിട്ട് ഒരു മോഡേൺ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ജർമ്മൻ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ ലക്കർ ആന്റിന ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡൗസിങ് റോഡ് അല്ലെങ്കിൽ പെൻഡുലം ഡൗസിങ് ഒക്കെ ഉപയോഗിച്ച് വേണം അത് കണ്ടുപിടിക്കാൻ. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവർക്കും ഈ രീതികൾ ചിലപ്പോൾ വശമായിരിക്കില്ല. ഡൗസിങ് റോഡ് ഉപയോഗിക്കാൻ ചിലപ്പോൾ അറിഞ്ഞുകൂടാന്ന് വരും, അല്ലെങ്കിൽ പെൻഡുലം ഡൗസിങ് ഒക്കെ അറിയണമെന്നില്ല, ലക്കർ ആന്റിന ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മറ്റു ദോഷങ്ങളിൽ വെച്ചേക്കുന്നത്, മഹാദോഷത്തിൽ ഉൾപ്പെടുത്താത്തത്. കാരണം അത് കണ്ടുപിടിക്കാൻ കുറച്ചൊരു എക്സ്പെർട്ടൈസ് വേണം, അല്ലാതെ കണ്ടുപിടിക്കാൻ ഒക്കില്ല ഈ ഭൗമിക ശക്തി നെഗറ്റീവ് ആവുന്നത്. പക്ഷെ ഇത് വളരെ ഭാരതീയ വാസ്തുശാസ്ത്രത്തില് ഈ ഭൗമിക ശക്തി നെഗറ്റീവ് ആവുന്നതിനെ പറ്റി വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ചൈനീസ് വാസ്തുശാസ്ത്രം, അതായത് ഫെങ്ഷുയിലും അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് വാസ്തു, സംയോജിത വാസ്തുശാസ്ത്രത്തിലും ഈ ഭൗമിക ശക്തി നെഗറ്റീവ് ആകുന്നത് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അതിൽ രണ്ടും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ അതിന് പരിഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വരാം. ഇപ്പൊ ഭൗമിക ശക്തി എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക, അതിന് GS റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജിയോപതിക് സ്ട്രെസ് റോഡ്. അതിനൊരു പരിഹാരം അതാണ്. ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ചിട്ട് ഈ ഭൗമിക ശക്തി നമുക്ക് നെഗറ്റീവായിട്ടുള്ളതിനെ, അത് ആ നെഗറ്റീവ്, ഇത് മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന ഭൗമിക ശക്തി, അതായത് മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സാണ്. സാധാരണ ഈ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. ജനറലായിട്ട് സാധാരണ ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന ഒരു ഫോഴ്സ് പോസിറ്റീവ് ഫോഴ്സ് ആയിരിക്കും. എന്നാൽ വളരെ അപൂർവമായിട്ട് ചില സ്ഥലത്തൊക്കെ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഈ പോസിറ്റീവ് ഫോഴ്സിന്റെ അതിന്റെ ശക്തി കുറയാനോ ചിലപ്പോൾ വളരെ കുറഞ്ഞ് നെഗറ്റീവ് ആകാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വീട് വെച്ചൊക്കെ താമസിക്കുകയാണെങ്കിൽ അത് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കും. താമസിക്കുന്നവർക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത് ജിയോപതിക്. അതിലൊരു ക്യൂർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പരിഹാരം എന്ന് പറയുന്നത് ജിയോപതിക് GS റോഡ് എന്നാണ് സാധാരണ അതിന് ഷോർട്ട് ഫോമിൽ പറയുന്നത്. GS റോഡ്, അതിന്റെ ഫുൾ ഫോം ജിയോപതിക് സ്ട്രെസ് റോഡാണ്. ഈ ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ചത് എങ്ങനെ ഉപയോഗിക്കുന്നൊക്കെ അതിലേക്ക് വരാം. ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഭൗമിക ശക്തി, നെഗറ്റീവ് ആയിട്ടുള്ള ഭൗമിക ശക്തി കൊണ്ടുള്ള ദോഷത്തെ ഒരു നല്ല അളവ് വരെ നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കും. അതുപോലെ എർത്ത് ഫോഴ്സ് കറക്ഷൻ, അത് പിരമിഡുണ്ട്, എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ. അതിന് പ്രത്യേക എർത്ത് ഫോഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഊർജ്ജവൽക്കരിച്ചിട്ടുള്ള പ്രത്യേക 10 പിരമിഡാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, എർത്ത് ഫോഴ്സ് കറക്ഷന് വേണ്ടി. ആ 10 പിരമിഡ് ഉപയോഗിച്ചുള്ള എർത്ത് ഫോഴ്സ് കറക്ഷൻ. ഇങ്ങനെ ഈ 2 മെത്തേഡാണ് ഇതിന് പ്രധാനമായിട്ടും ഈ ഭൗമിക ശക്തി നെഗറ്റീവ് ആവുന്നതിന് ഉള്ള കറക്ഷൻസ് ആയിട്ട്. ഒന്ന് ജിയോപതിക് സ്ട്രെസ് റോഡ് അല്ലെങ്കിൽ GS റോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ ഉപയോഗിക്കുക. ഇതില് ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിക്കുന്നത് കുറച്ച് എക്സ്പെൻസ് ഒക്കെ കുറച്ച് കുറവായിരിക്കും. പക്ഷെ അത് നമുക്ക് ഒരു ഇതുള്ള ഒന്നത് എക്സാക്റ്റ് ആയിട്ട് എവിടെയാണ് ഈ ഭൗമിക ശക്തി കുറഞ്ഞിട്ടുള്ള ആ ഒരു നെഗറ്റീവ് എനർജി വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പം ലക്കർ ആന്റിന വെച്ചാണ്. ലക്കർ ആന്റിനെ പറ്റി നമ്മൾ അതിലേക്ക് വരും. ആ ലക്കർ ആന്റിന ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും.
പക്ഷെ ലക്കർ ആന്റിനയൊക്കെ ഉപയോഗിക്കാൻ നമ്മൾ അതിനെ ഒരു ഒന്നാമതായി വളരെ വില കൂടുതലാണ്. ഇന്ത്യയിലില്ല, ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനി ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഇന്ത്യയിൽ, പക്ഷെ എന്നാലും നല്ല സാധനങ്ങൾ ഇപ്പോഴും മറ്റു ജർമ്മനിയിൽ നിന്നാണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പൊ അങ്ങനെ ലക്കർ ആന്റിന കൊണ്ടിട്ട് നമുക്ക് പിന്നെ ജിയോപതിക് സ്ട്രെസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ആ ജിയോപതിക് സ്ട്രെസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ജിയോപതിക് സ്ട്രെസ് റോഡ് നമ്മൾ സ്ഥാപിച്ചാൽ, ആ സ്ഥാപിക്കേണ്ട മെത്തേഡിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജി നല്ല അളവ് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഉപദ്രവം ഉണ്ടാകാതെ നമുക്ക് അതിനെ തടയാൻ സാധിക്കും. പക്ഷെ അത് പിന്നെ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഏത് ഭാഗത്തു നിന്നാണ് ഈ ജിയോപതിക് നെഗറ്റീവ് സ്ട്രെസ് വരുന്നതെന്നുള്ള സ്ഥലം കണ്ടുപിടിച്ചാലേ അത് ജിയോപതിക് സ്ട്രെസ്സോട് ഉപയോഗിക്കാവുള്ളൂ. പക്ഷേ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് അങ്ങനെയല്ല. ഒരു വാസ്തുമണ്ഡലം കംപ്ലീറ്റ് ആയിട്ട് 10 പിരമിഡ് നമ്മൾ ഒരു വാസ്തുമണ്ഡലത്തിന്റെ 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തും പിന്നെ അങ്ങനെ 9 പിരമിഡ്, കന്നിമൂല ഒരു അഡീഷണൽ പിരമിഡും വയ്ക്കും. കന്നിമൂല 2 പിരമിഡ് വരും. അങ്ങനെ 10 പിരമിഡുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ എന്ന് പറയും. ഈ പിരമിഡുകൾ ഉപയോഗിച്ചാൽ ആ ഒരു വാസ്തുമണ്ഡലത്തിനകത്ത് എവിടെ ഈ ജിയോപതിക് സ്ട്രെസ് വന്നാലും അതിനെ അത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയയിൽ ജിയോപതിക് സ്ട്രെസ് ഉണ്ട്, അത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്നത് എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ 10 വേണം. അപ്പൊ അതിന്റെ 10 വിലയും അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജും എല്ലാവരും വരുമ്പോൾ ജിയോപതിക് സ്ട്രെസ് റോഡ് സ്ഥാപിക്കുന്നതിനേക്കാൾ ചെലവ് കുറച്ച് കൂടുതലായിരിക്കും, എക്സ്പെൻസ് കൂടുതലായിരിക്കും. പക്ഷെ അതേസമയം ചെയ്യാൻ എത്രത്തോളം അതിനും പക്ഷെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പെൻഡുലം ഡോസിങ് വേണം. പെൻഡുലം ഡോസിങ് ഉപയോഗിച്ച് നമുക്ക് എർത്ത് ഫോഴ്സ് ഈ പർമിയേഷൻ ശക്തി നെഗറ്റീവ് ആവുന്ന ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. അതായത് ഒരു വാസ്തുമണ്ഡലം, ഒരു വീട് വെക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു വീട് എക്സിസ്റ്റിംഗ് വീടുള്ള സ്ഥലത്തായാലും ജിയോപതിക് സ്ട്രെസ് ഉണ്ട്, ആ ഒരു വാസ്തുമണ്ഡലത്തിൽ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യണം. അപ്പൊ ആ വാസ്തുമണ്ഡലത്തിനകത്ത് ഉള്ള ഭാഗത്ത് ഈ ജിയോപതിക് സ്ട്രെസിന്റെ നെഗറ്റീവ് എഫക്റ്റ് ഇല്ലാതെ വരും, അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അവിടെ താമസിക്കുന്നവർക്ക് ആ ദോഷം ഇല്ലാതെ വരും. ഇതാണ് എർത്ത് ഫോഴ്സ്. ഇത് 2 പരിഹാരങ്ങളാണ് ഇതിനുള്ളത്, വേറെ പരിഹാരം ഒന്നുമില്ല. ഒന്നുകിൽ ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡ് ഉപയോഗിക്കുക. ജിയോപതിക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നോക്കുക. എന്താണ് ഈ ജിയോപതിക് സ്ട്രെസ്? മണ്ണിനടിയിൽ നിന്ന് വരുന്ന ഒരു സ്ട്രെസ് ആണ്. ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, നെഗറ്റീവ് എനർജിയാണ്. അതായത് ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ക്രമവിരുദ്ധമായ ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രതികൂല ഊർജമാണ് ജിയോപതിക് സ്ട്രെസ്. അതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ, ഭൂമിക്കുള്ളിൽ ക്രമവിരുദ്ധമായ ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ പ്രതികൂല ഊർജമാണ് ജിയോപതിക് സ്ട്രെസ്. ഇത് പ്രധാനമായിട്ടും ഉണ്ടാകാനുള്ള കാരണം പല കാരണങ്ങളും ഉണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഈ ജിയോപതിക് സ്ട്രെസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന്, ഈ ഭൂമിക്ക് നമ്മുടെ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായ വെള്ളമൊഴുക്ക്, അടിയൊഴുക്ക് നമുക്കറിയാം, കിണറിലൊക്കെ വെള്ളം വരുന്നതൊക്കെ അവിടെ നിന്നാണ്. അപ്പൊ വളരെ ശക്തിയായിട്ടുള്ള ഒരു ഒഴുക്ക് നമ്മൾ ഈ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ വീട് ഇരിക്കുന്ന ആൾറെഡി വീട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് ഭൂമിക്ക് അടിയിൽ കൂടി ശക്തമായ വെള്ളമൊഴുക്കുണ്ടെങ്കിൽ അതിൽ നിന്നൊരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകും. ആ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽ നിന്ന് ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടാകുകയും ആ നെഗറ്റീവ് വൈബ്രേഷൻ ആ മുകളിൽ താമസിക്കുന്ന വീട് വെച്ച് താമസിക്കുന്നവർക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഒരു പരിഹാരം. അതായത് ഈ നെഗറ്റീവ് എനർജി ഒരു കാരണം ഈ ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്ക്. ഇനി ചില കേസുകളിൽ ഈ പാറകൾ തമ്മിൽ മണ്ണിനടിയിലുള്ള ചില പാറകൾ തമ്മിലുള്ള ഘർഷണം, ഒരു ഉരസുണ്ടാവും. പാറകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസും, ആ ഉരസലുണ്ടാവും. ആ ഘർഷണം അല്ലെങ്കിൽ ഉരസലിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജിയും ജിയോപതിക് സ്ട്രെസ് നെഗറ്റീവ് ആകാനായിട്ട്, അല്ലെങ്കിൽ ജിയോപതിക് സ്ട്രെസ് ദോഷകരമായ ജിയോപതിക് സ്ട്രെസ് ഉണ്ടാകാൻ കാരണമായിട്ട് വരും. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കും. അപ്പം അതിൻ്റെ ഒരു നോട്ട് ആദ്യം ഒന്ന് എഴുതാം, ഒരു സെക്കൻഡ്. അപ്പൊ ഒന്ന് എഴുതിക്കോളൂ ഇതിൻ്റെ അടിയിലോട്ട്. എഴുതിയൊക്കെ ഇത്ര എഴുതിയിട്ട് താഴോട്ട് എഴുതിക്കോളൂ. അതായത് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുക. ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രത്തിൽ ട്രഡീഷണൽ ഇന്ത്യൻ വാസ്തു വേണേ എഴുതാം, എഴുതാന്നില്ല.
ഭാരതീയ പാരമ്പര്യ വാസ്തുശാസ്ത്രത്തിൽ കാര്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തതും കോമ കാണുന്നില്ല, കാര്യമായ പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലാത്തതും എന്നാൽ സംയോജിത വാസ്തുശാസ്ത്രത്തിൽ ഇന്റഗ്രേറ്റഡ് വാസ്തു വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ ഒരു ദോഷമാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതുമായ ഒരു ദോഷമാണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. ഫുൾ സ്റ്റോപ്പ്. എർത്ത് ഫോഴ്സ് നെഗറ്റീവായി വരിക എന്നുള്ളത്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇത് പെൻഡുലം ഡൗസിങ്ങിലൂടെയോ ലെക്കർ ആന്റിന, LECHER, പടം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ലെക്കർ LECHER, ലെക്കർ ആന്റീന ANTENNA. ലെക്കറിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടെ പറയാം. LECHER, ലെക്കർ ANTENNA, ആന്റീന. അപ്പൊ ലെക്കർ ആന്റീന ഇത് പെൻഡുലം ഡൗസിങ്ങിലൂടെയോ ലെക്കർ ആന്റീന ഉപയോഗിച്ചോ നമുക്ക് മനസ്സിലാക്കാം. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഭൂമിക്കടിയിൽ കൂടി ശക്തമായ നീരൊഴുക്കുണ്ടാകുക. പാറകൾ തമ്മിൽ ശക്തിയായ സമ്മർദ്ദം ഉണ്ടാകുക എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ്. VIBRATIONS, വൈബ്രേഷൻസ്. VIBRATIONS എന്നീ കാരണങ്ങളാൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആണ് എർത്ത് ഫോഴ്സ് നെഗറ്റീവ് ആകുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ. ഫുൾ സ്റ്റോപ്പ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇപ്രകാരം നെഗറ്റീവ് വൈബ്രേഷൻസ് ഉള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് ശക്തിയായ
വീട് വെച്ച് താമസിക്കുന്നവർക്ക് ശക്തിയായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ശക്തിയായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. എനിക്ക് 2-3 കേസുകൾ എനിക്ക് നല്ല ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പ്രാക്ടിക്കലായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യമാണ്. ഓക്കെ. ശക്തിയായ ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി കോമ ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി കോമ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി കോമ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിനുള്ള ഏറ്റവും നല്ല പോംവഴി കോമ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീട് വെച്ച് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. വീട് വെച്ച് താമസിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. എന്നാൽ അതിന് പ്രായോഗികമായി സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ കോമ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ സ്ക്രീനിലുണ്ട്, നോക്കാം സ്പെല്ലിങ് സംശയം ഉണ്ടെങ്കിൽ. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ കോമ ജിയോപതിക് സ്ട്രെസ് റോഡുകളോ GS റോഡ് ഫുൾ സ്റ്റോപ്പ് S ഫുൾ സ്റ്റോപ്പ് റോഡ് ജിയോപതിക് മോളിൽ എഴുതിയിട്ടുണ്ട്. ജിയോപതിക് സ്ട്രെസ് റോഡ്സ് സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ ജിയോപതിക് സ്ട്രെസ് റോഡ്സോ ഉപയോഗിച്ചൊന്നും വേണ്ട. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ ജിയോപതിക് സ്ട്രെസ് റോഡ്സോ സ്ഥാപിച്ച ശേഷം ജിയോപതിക് സ്ട്രെസ് റോഡ്സോ സ്ഥാപിച്ച ശേഷം താമസിക്കാവുന്നതാണ്. എർത്ത് ഫോഴ്സ് കറക്ഷൻ പിരമിഡുകളോ കോമ ജിയോപതിക് സ്ട്രെസ് റോഡുകളോ സ്ഥാപിച്ച ശേഷം താമസിക്കാവുന്നതാണ്. ഫുൾ സ്റ്റോപ്പ്. ഇനി അടുത്ത് താഴോട്ട് എഴുതിക്കോളൂ. ജിയോപതിക് സ്ട്രെസ്, ഒരു ഹെഡിങ് എഴുതിക്കോളൂ. ജിയോപതിക് സ്ട്രെസ് ഇത് എഴുതിയിട്ടുണ്ട്. എന്നാലും എഴുതിക്കോളൂ, ഒന്നുകൂടെ എഴുതിക്കോളൂ, സാരമില്ല. ജിയോപതിക് സ്ട്രെസ് ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ജിയോപതിക് സ്ട്രെസ് എന്ന് ഹെഡിങ് എഴുതിയിട്ട് താഴെ എഴുതുക. ഭൂമിക്കുള്ളിൽ ഉണ്ടാകുന്ന ക്രമവിരുദ്ധമായ ചില ആഘാതങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രതികൂല ഊർജമാണ് ജിയോപതിക് സ്ട്രെസ്. ഇതുമൂലം ഇത് വളരെ പല സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതായത് ക്യാൻസറും, ഉറക്കമില്ലായ്മ, ക്യാൻസർ, അതുപോലെ തന്നെ ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, ഈ കുട്ടികൾ ഉണ്ടാകാതിരിക്കുക, അങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു പിന്നെ പരീക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുകൂടെ ഇതുമൂലം പല ദോഷങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതുമൂലം പല ദോഷഫലങ്ങളും ഉണ്ടാകാറുണ്ട്. ജിയോപതിക് സ്ട്രെസ് മൂലം പല ദോഷഫലങ്ങളും ഉണ്ടാകാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഇതുമൂലം പല ദോഷഫലങ്ങളും ഉണ്ടാകാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഉറക്കമില്ലായ്മ മുതൽ
ഒരു കോമ, ഉറക്കമില്ലായ്മ മുതൽ കോമ ക്യാൻസർ CANCER, ഉറക്കമില്ലായ്മ മുതൽ കോമ ക്യാൻസർ കോമ ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി. ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, ഡിക്രീസ്ഡ് എന്ന് പറയുമ്പം DECREASED, DECREASED, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, FERTILITY, ഫെർട്ടിലിറ്റി, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, അതായത് കുട്ടികളുണ്ടായിരിക്കുക, ഫെർട്ടിലിറ്റി കുറവാകുക. ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ, ഉറക്കമില്ലായ്മ മുതൽ ക്യാൻസർ, ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ ജിയോപതിക് സ്ട്രെസ്, ഫെർട്ടിലിറ്റി തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ ജിയോപതിക് സ്ട്രെസ് കാരണമാകാറുണ്ട്. ജിയോപതിക് സ്ട്രെസ് കാരണമാകാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ ജിയോപതിക് സ്ട്രെസ് കാരണമാകാറുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. സ്പീഡ് കൂടി പോകുന്നെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. നെക്സ്റ്റ് സെന്റൻസ്. മണ്ണിനടിയിലുള്ള വെള്ളത്തിന്റെ ശക്തിയായ ഒഴുക്ക്, മണ്ണിനടിയിലുള്ള വെള്ളത്തിന്റെ ശക്തിയായ ഒഴുക്ക് കോമ മണ്ണിനടിയിലുള്ള വെള്ളത്തിന്റെ ശക്തിയായ ഒഴുക്ക് കോമ പാറകൾ തമ്മിലുള്ള ഉരസൽ തുടങ്ങിയ വിവിധ കാരണങ്ങൾ, മണ്ണിനടിയിലുള്ള വെള്ളത്തിന്റെ ശക്തിയായ ഒഴുക്ക് കോമ പാറകൾ തമ്മിലുള്ള ഉരസൽ തുടങ്ങിയ വിവിധ കാരണങ്ങൾ ജിയോപതിക് സ്ട്രെസ്സിന് കാരണമാകാറുണ്ട്. ഇതിന് ഈ ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ചുകൾ നടത്തുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഹാർട്ട്സ്മാൻ ഗ്രിഡ്, അതുപോലെ തന്നെ കറി ഗ്രിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഹാർട്ട്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ്, അതിൽ ഡീറ്റെയിൽ ഇവിടെ എഴുതി കാണിക്കാം. അതുപോലെ തന്നെ ഒരു കറി എന്ന് പറഞ്ഞിട്ട് CURRY, ഒരു കറി, ഒരു ഫുൾ നെയിം അറിയാം, ഇവിടെ വരും. അവരൊക്കെ ഒരുപാട് റിസർച്ച് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നെറ്റിനകത്ത് അവൈലബിൾ ആണ്. അത്ര ഡീറ്റെയിൽ നമ്മളിപ്പോൾ അധികം ഇല്ല, എന്നാലും ചെറുതായിട്ട് അതിനെപ്പറ്റി ഒന്ന് നമ്മളിവിടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എഴുതിയാണ്, ഉറക്കമില്ലായ്മ മുതൽ ക്യാൻസർ കോമ ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി വരെയുള്ള അസുഖങ്ങൾ ഇതുമൂലം ഉണ്ടാകാറുണ്ട്, ജിയോപതിക് സ്ട്രെസ് കാരണം. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ വിചാരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ എഴുതുകയാണ്. മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, അത് നമ്മൾ എഴുതുകയാണ്. മണ്ണിനടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, പാറകൾ തമ്മിലുള്ള ശക്തമായ ഉരസൽ അല്ലെങ്കിൽ ഘർഷണം, ഉരസലാണ് ഘർഷണം, പാറകൾ തമ്മിലുള്ള ശക്തമായ ഘർഷണം തുടങ്ങിയവ കാരണം ജിയോപതിക് സ്ട്രെസ് ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ എഴുതി. നമ്മൾ എഴുതിക്കോളും. പെൻഡുലം ഡൗസിംഗിൽ കൂടിയും കോമ ലെക്കർ ആന്റിന, സ്പെല്ലിംഗ് നോക്കാം, സ്ക്രീനിൽ കാണാം. ലെക്കർ ആന്റിന ഉപയോഗിച്ചും, പെൻഡുലം ഡൗസിംഗിൽ കൂടിയും കോമ ലെക്കർ ആന്റിന ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസ്സിന്റെ, പെൻഡുലം ഡൗസിംഗിൽ കൂടിയും ലെക്കർ ആന്റിന ഉപയോഗിച്ചും ജിയോപതിക് സ്ട്രെസ്സിന്റെ കാഠിന്യവും സ്ഥാനവും മനസ്സിലാക്കാവുന്നതാണ്. ഈ പടം കാണിച്ചിരിക്കുന്നതാണ് ലെക്കർ ആന്റിന. 2 വശത്ത് ചെറുപോലെ വരുന്ന, അതിൽ രണ്ടിലും ഇങ്ങനെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുമ്പം ആ മുമ്പോട്ട് ഒരു സ്കെയില് പോലെ കാണുന്ന ആ ഭാഗം, അത് ചില സ്ഥലത്ത് പെട്ടെന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്യും, ചില സ്ഥലത്ത് പൊങ്ങും. അപ്പൊ അതിന്റെ ആ മൂവ്മെന്റിൽ നിന്നാണ് നമുക്ക് ജിയോപതിക് സ്ട്രെസ് എവിടെയെങ്കിലും കൂടുതലായിട്ടുണ്ടോ അതൊക്കെ മനസ്സിലാക്കാവുന്നത്. അത് പക്ഷെ ഒരു പ്രാക്ടീസ് വേണം. അതുപോലെ അതിനൊരു നോബുണ്ട്, 2 കറുത്ത നിറത്തിലുള്ള ഇടയ്ക്ക് വെച്ചിരിക്കുന്ന ആ സ്കെയിലില്. അത് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അത് മാറ്റണം. അതിന് ഓരോന്നിനും ഒരു അളവ് കൊടുത്തിട്ടുണ്ട്. ഒരു ബുക്ക് തരും ഇതിന്റെ കൂടെ, ഇലക്ട്രാനിനെ വാങ്ങിക്കാൻ അതിന്റെ കൂടെ ചെറിയൊരു ബുക്ക്. ആ ബുക്കിനകത്ത്
ഇപ്പൊ എന്താണ് നമ്മൾ ജിയോപതി സ്ട്രെസ് ആണ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതിന്റെ ഒരു നമ്പറുണ്ട്. ആ നമ്പറിൽ കൊണ്ടുവയ്ക്കണം. ആ രണ്ടു വശത്തും കാണുന്ന രണ്ട് കറുത്ത് കാണുന്ന ഭാഗം അത് മൂവ് ചെയ്ത് ആ ഭാഗത്ത് കൊണ്ടുവയ്ക്കണം. അത് ജിയോപതി സ്ട്രെസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. വേറെ എന്തെങ്കിലും മെഷർ ചെയ്യാനാണ്. ഇപ്പൊ നമുക്ക് ഒരാളുടെ എനർജി മെഷർ ചെയ്യണം. അപ്പൊ അതിന് വേറെ നമ്പറുണ്ട്. ആ നമ്പറുള്ള സ്ഥലത്ത് വേണം അത് ആ രണ്ട് സ്ഥലത്തുള്ള രണ്ട് കറുത്ത് കാണുന്ന ഭാഗം അത് അങ്ങോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, മുകളിലോട്ട് താഴോട്ടും. അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് എന്താണ് മെഷർ ചെയ്തേണ്ടത് അതിന് കറസ്പോണ്ടിങ് നമ്പറിൽ അത് കൊണ്ടുവയ്ക്കണം. എൻ്റെ ഇരിപ്പുണ്ട്, ഈ ലെക്കറാൻഡിന് എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാനിപ്പോൾ അധികം ഉപയോഗിക്കാറില്ല. കാരണം എനിക്കത് അതിന്റെ റിസൾട്ട് എനിക്ക് അത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. ഞാൻ പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചു, കുറച്ചാൾ ഉപയോഗിച്ചു. പക്ഷെ എന്നിട്ടും എനിക്കത് ഒരു പൂർണ്ണമായിട്ടും എന്താ നമുക്കൊരു ഇതുവരില്ല, നമ്മുടെ മനസ്സിൽ ഇത് കൊള്ളാം എന്നുള്ള ഒരു ഫീലിംഗ് വരുമല്ലോ. അപ്പൊ എനിക്കത് പൂർണ്ണമായിട്ടും അതെനിക്ക് അങ്ങോട്ട് ശരിയായിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. എൻ്റെ ഇരിപ്പുണ്ട് ലെക്കറാൻഡിന്. ഇതിന്റെ കൂടെ ഒരു വലിയ പുസ്തകവും ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡുകളും അതിന്റെ തിയറി എല്ലാം കൂടെ കാണിച്ചുകൊണ്ട്, അധികം വലുതൊന്നുമല്ല, ചെറിയ ബുക്കാണ്. പക്ഷെ വില 1500 അല്ല, 5000 റുപ്പീസാണ് അതിന്റെ വില. അത് ഫോണിൽ അയച്ച് വരുത്തിയതാണ്. അതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം കുറെ നാളൊക്കെ അത് വായിച്ച് പഠിച്ചൊക്കെ കുറെ ചെയ്ത് നോക്കിയിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല. ഇതാണ് ലെക്കറാൻഡിന്റെ പടം. ഇത് പടം വരയ്ക്കേണ്ട, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഈ ലെക്കറാൻഡിനെ ആദ്യം കൊണ്ടുവന്നത് ഏണസ്റ്റ് ലെക്കർ എന്ന് പറഞ്ഞ ആസ്ട്രിയൻ ഫിസിസിസ്റ്റ് ആണ്. 1888 പുള്ളി ആദ്യമായിട്ട് ലെക്കറാൻഡിനയുടെ, അന്ന് ഇതിന്റെ എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറെ പരിഷ്കാരങ്ങളൊക്കെ വന്നിട്ടാണ് ഈ സ്റ്റേജിലായത്. ആദ്യം അങ്ങനെ അതിന്റെ ഒരു ആ കൺസെപ്റ്റ്, ആ ഐഡിയ കൊണ്ടുവന്നത് 1888 ഏണസ്റ്റ് ലെക്കർ, ആസ്ട്രിയൻ ഫിസിസിസ്റ്റ്. അവിടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. അതായത് ലെക്കറാൻഡിനെ ഡെവലപ്പ് ചെയ്തത് 1888 ആസ്ട്രിയക്കാരനായ ഒരു ഫിസിസിസ്റ്റ് ഏണസ്റ്റ് ലെക്കറാണ്. 1888 ഏണസ്റ്റ് ലെക്കർ, ഓസ്ട്രിയൻ ഫിസിസിസ്റ്റ്, ഇൻ 1888 ഡെവലപ്ഡ് ലെക്കറാൻഡിന. ഇതെന്ന് വിചാരിക്കുന്നു. അതെല്ലാം അതിലോട്ട് പോവാണ്. ശക്തിയായ പ്രതികൂല ഊർജത്തിന് എഴുതിക്കൊള്ളൂ. ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ, പ്രതികൂല നെഗറ്റീവ് എനർജി, ശക്തിയായ നെഗറ്റീവ് എനർജിക്ക് കാരണമായ ഹാർട്ട്മാൻസ് ഗ്രിഡ്, അത് നേരത്തെ പറഞ്ഞു, ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അത് കാണിക്കാൻ അതിന് ജസ്റ്റ് ആ ഒരു കാണിച്ചു തരാം. അതിന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ്, CURRY, കറി ഗ്രിഡ്. ശക്തിയായ പ്രതികൂല ഊർജത്തിന് കാരണമായ ഹാർട്ട്മാൻസ് ഗ്രിഡ്. ഈ ഹാർട്ട്മാൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് അതിനെപ്പറ്റി ഗവേഷണം നടത്തി കണ്ടുപിടിച്ച കാര്യങ്ങളാണ് ഹാർട്ട്മാൻസ് ഗ്രിഡ്. അതുപോലെ ഒരു അദ്ദേഹം കണ്ടുപിടിച്ചാണ് കറി ഗ്രിഡ്. എന്നിവ മനസ്സിലാക്കി ശക്തിയായ, ഇതൊക്കെ നെറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് നെറ്റിൽ നിന്ന് അത് പഠിക്കാൻ പറ്റും. ഹാർട്ട്മാൻസ് ഗ്രിഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ് എന്നിവ മനസ്സിലാക്കി GS റോഡ്, ജിയോപതിക് സ്ട്രെസ് റോഡ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് GS റോഡ്. GS റോഡ് ഉപയോഗിച്ച് ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ് എന്നിവ മനസ്സിലാക്കി GS റോഡിലെ ജിയോപതിക് സ്ട്രെസ് റോഡ് ഉപയോഗിച്ച് പ്രസ്തുത നെഗറ്റീവ് എനർജിയെ തടുക്കാവുന്നതാണ്. അതിന് ഈ ലെക്കറാൻഡിനെ ഉപയോഗിക്കാനുള്ള ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അത് കണ്ടുപിടിക്കാൻ കറക്റ്റ് എവിടെയാണ് ഈ നെഗറ്റീവ് എനർജി വരുന്നതെന്നുള്ള എക്സാക്ട് സ്പോട്ട് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കേണ്ട കാരണം അത് പറയാം. ഒരു പടമുണ്ട്, അത് വരച്ച് കാണിച്ചു തരാം. പക്ഷെ അത് കുറച്ചൊരു എക്സ്പെർട്ടൈസ് വേണം. ഈ ലെക്കറാൻഡിനെ ഉപയോഗിക്കുന്നതിൽ ഒരു എക്സ്പെർട്ടൈസ് വേണം. എന്നാൽ ഇതിന്, അതായത് ഹാർട്ട്മാൻസ് ഗ്രിഡ്, കറി ഗ്രിഡ് എന്നിവ മനസ്സിലാക്കി GS റോഡ് ഉപയോഗിച്ച് പ്രസ്തുത നെഗറ്റീവ് എനർജിയെ തടുക്കാവുന്നതാണ്. എന്നാൽ ഇതിന് ലെക്കർ ആന്റീന ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ ഒരു വ്യക്തി, ഒന്നുകിൽ നമുക്ക് വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് വിദഗ്ധനായ ഒരു വ്യക്തിയുടെ സഹായം വേണം.
എന്നാൽ ഇതിന് ലെക്കർ ആന്റിന ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. നമുക്കത് ഉപയോഗിക്കാനുള്ള എക്സ്പെർട്ടൈസ് ഇല്ലെങ്കിൽ ഉള്ള ഒരാളുടെ സഹായം നമുക്ക് വേണ്ടി വരും. ഇതിന് ലെക്കർ ആന്റിന ഉപയോഗിക്കുന്നതിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. ഇനി ഇത് ഈ കറിഗിരി എന്ന് പറഞ്ഞത് ഡോക്ടർ മാൻഫ്രഡ് കറി, ഒരു അമേരിക്കൻ ഇൻവെന്ററാണ്. അദ്ദേഹമാണ് ഈ കറിഗിരിനെ പറ്റി ഗവേഷണങ്ങൾ നടത്തിയ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതല്ലാതെ വേറെ ആൾക്കാരുണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നെറ്റിൽ നോക്കിയാലൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ ഫേമസ് ആയിട്ടുള്ളത് ഹാർട്ട്മാൻ സ്ക്രിറ്റും കറിഗിരിറ്റുമാണ്. ഡോക്ടർ മാൻഫ്രഡ് കറി, an അമേരിക്കൻ ഇൻവെന്റർ. അതുപോലെ ഡോക്ടർ ഏർണസ്റ്റ് ഹാർട്ട്മാൻ, ജർമ്മൻ മെഡിക്കൽ ഡോക്ടറാണ്. അദ്ദേഹമാണ് ഈ ഹാർട്ട്മാൻ സ്ക്രിറ്റിനെ പറ്റി ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിച്ചിട്ടുള്ളത്. എഴുതിയെന്ന് തോന്നുന്നു. ഡോക്ടർ മാൻഫ്രഡ് കറി, അമേരിക്കൻ ഇൻവെന്റർ. ഡോക്ടർ ഏർണസ്റ്റ് ഹാർട്ട്മാൻ, ജർമ്മൻ മെഡിക്കൽ ഡോക്ടർ. ഇത് ഇവിടുന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ പിന്നെ ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പം പിന്നെ നീല നിറത്തിലുള്ള നോർത്ത് സൗത്തും ഈസ്റ്റ് വെസ്റ്റും, അത് ചരിഞ്ഞ വരയല്ല, നേരെയുള്ള വരകൾ ബ്ലൂ കളറിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഹാർട്ട്മാൻ സ്ക്രിറ്റാണ്. നീല നിറത്തിലുള്ള ആ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാണുന്ന നീല നിറത്തിലുള്ള ലൈൻസ് ഒക്കെ ഹാർട്ട്മാൻ സ്ക്രിറ്റ്. അവിടെ എഴുതിയിട്ടുണ്ട്, താഴെ ഇടത്ത് വശത്തായിട്ട് എഴുതിയിട്ടുണ്ട്, താഴെ ഹാർട്ട്മാൻ സ്ക്രിറ്റ്. ഇനി ചരിഞ്ഞ വരകൾ, അതായത് വടക്ക് പടിഞ്ഞാറുന്ന തെക്ക് കിഴക്കോട്ട്, അതുപോലെ വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറോട്ട്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ടും നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലോട്ടും ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന ഒരു എനർജിയാണ് കറിഗ്രിറ്റ്. അതാണ് ചുമന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ആ ചുമന്ന നിറത്തിൽ ഈ കാണിച്ചിരിക്കുന്നതെല്ലാം കറിഗ്രിറ്റ് ആണ്. അപ്പം നേരെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും, അതായത് ഈസ്റ്റ് വെസ്റ്റും നോർത്ത് സൗത്തും നീല നിറത്തിൽ കാണുന്നതൊക്കെ ഹാർട്ട്മാൻ ഗ്രിറ്റും, ചരിഞ്ഞ് കാണുന്ന വരകളൊക്കെ കറിഗ്രിറ്റിന്റെയാണ്. ഇതിപ്പോ ഇതിലെല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ വരകളും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല, വ്യത്യാസം വരും. അത് നമുക്ക് അറിയാം. അപ്പൊ ഇതിപ്പോ നമ്മളൊരു മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചതേ അല്ലെങ്കിൽ എവിടെയാ വ്യത്യാസം വരും നമുക്കറിയാം. പിന്നെ ലെക്കർ ആന്റിനയൊക്കെ ഉപയോഗിച്ചത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ ഇത് നോർത്ത് ഈസ്റ്റ്, വടക്ക് വശത്ത് മുകളിൽ നോക്കുക, അല്ല കിഴക്ക് വശത്ത് മുകളിൽ നോക്കുക നോർത്ത് ഈസ്റ്റ്, അത് താഴെ സൗത്ത് വെസ്റ്റ്. അതുപോലെ മുകളിൽ ഇടത്ത് വശത്ത് നോർത്ത് വെസ്റ്റ്, താഴെ വലത്ത് വശത്ത് സൗത്ത് ഈസ്റ്റ്. അപ്പോൾ 4 ദിശകളും 4 കോണുകളും. അപ്പൊ ഈ ലൈൻസിൽ കൂടെ ഒക്കെ ഒരു എനർജി ഫ്ലോ ഉണ്ട്, എപ്പോഴും ഉണ്ട്. ഈ ലൈൻസ് ഒക്കെ എപ്പോഴും ഉള്ളതാണ്. ഇപ്പൊ മുഴുവൻ നമ്മുടെ പിന്നെ വാസ്തുമണ്ഡലത്തില് നമ്മള് പിന്നെ ഇത് പരമശായിക പദവിന്യാസം ചെയ്യുമ്പോഴൊക്കെ ഏതാണ്ട് ഇതുപോലൊക്കെ വരും. ചരിഞ്ഞ വരകളും നേരെയുള്ള വരകളും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം നടത്തി അവർ കണ്ടുപിടിച്ചാണ്, ഈ ഹാർട്ട്മാനും കരി അവർ കണ്ടുപിടിച്ചാണ് ഈ കാരണങ്ങൾ. ഇതില് ഇപ്പൊ നമ്മൾ ചില പോയിന്റുകളൊക്കെ ഇങ്ങനെ നമ്മൾ മർമ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ ഇതിൽ മർമ്മം, അതിന് പിന്നെ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടുപേരും, അതായത് ഹാർട്ട്മാനും അതുപോലെ കറിയും പറയുന്ന ഓരോ ഈ ജംഗ്ഷൻസിനൊക്കെ നോട്ട് എന്ന് പറയും, നോട്ട്സ്. ഇവിടെ അവരാരോ കാണിക്കുന്ന ഒരു നോട്ടാണ്, വേറൊരു നോട്ട് കാണിക്കുന്നു. ഇതൊക്കെ നോട്ട്സ് ആണ്, ഈ ലൈൻസ് തമ്മിൽ ചേരുന്നതിന്. അത് ഇപ്പൊ ഇവിടെയൊക്കെ ഒരേ ലൈൻ തന്നെ എല്ലായിടത്തും ഇങ്ങനെ ചേരുന്നതായിട്ടുമില്ല, അങ്ങനെ വരില്ല. ഇത് ഡിഫറൻസ് വ്യത്യാസമൊക്കെ വരുന്നതുകൊണ്ട് ഈ വരകൾ തമ്മിലുള്ള ഇത് തന്നെ ചിലവും വ്യത്യാസം വരാം. 2 മീറ്റർ പോലെ ചിലപ്പോൾ 3-3.5 മീറ്റർ വരെയൊക്കെയുള്ള വ്യത്യാസം വരാം ഈ 2 വരയുടെ ഇടയ്ക്കുള്ളത്. എത്രയാണെന്ന് കാണിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന് ഈ കറക്റ്റായിട്ട് ഇങ്ങനെ ഈ നോട്ട് കിട്ടില്ല. അത് എവിടെയാണ് ഈ നോട്ട് വരുന്നത് നമുക്ക് ലെക്കർ ആന്റിന വെച്ച് നോക്കാൻ പറ്റും. ഈ നോട്ടില് ഇപ്പൊ ചില ഭാഗത്ത് ഒരു ഹൈ വൈബ്രേഷൻ ഉണ്ടെങ്കിൽ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഭൂമിക്ക് അടിയിലുള്ള ശക്തമായ വെള്ളമൊഴുക്ക്, അല്ലെങ്കിൽ പാറകൾ തമ്മിലുള്ള ഉരസൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ എന്തെങ്കിലും ശക്തിയായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ, ആ നെഗറ്റീവ് എനർജി മുകളിലോട്ട് വരുമ്പോൾ ഈ നോട്ടിൽ കൂടിയോ ഈ ഏതെങ്കിലും പിന്നെ ഈ ഗ്രിഡുകളിൽ കൂടി ആയിരിക്കും എനർജി ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ അതിന് ഫ്ലോ ചെയ്യാൻ കൂടുതലുള്ളൂ. അപ്പൊ ആ ഗ്രിഡുകളിൽ കൂടി ഫോളോ ചെയ്യുമ്പം 2 എനർജികൾ ഒരുമിച്ചൊക്കെ ഹൈലി വലിയ ശക്തിയായിട്ട് വരുന്ന 2 ഊർജങ്ങൾ ഒരുമിച്ച് ഒരു പോയിന്റ് വന്ന് ചേരുകയാണെങ്കിൽ അവിടെ ഒരു ഡേഞ്ചറസ് നോട്ട് എന്ന് പറയും. അത് വളരെ അപകടകരമായ നോട്ടുകൾ ചിലയിടത്തുണ്ടാവും. ഇത് സാധാരണ എല്ലായിടത്തും നോട്ടുണ്ട്, പക്ഷെ അപകടകരമായ നോട്ടായിട്ട് ചിലപ്പോൾ മാറും. അപകടകരമായ നോട്ട് നമ്മളിവിടെ ചുവന്ന നിറത്തിൽ നോട്ടെന്ന് കാണിച്ചിട്ടുണ്ട്.
ഇത് ഒരു ലൈൻ നോക്കുക, ഒരു ആരോ നമ്മൾ ശ്രദ്ധിക്കുക, അതുകൊണ്ട് ഒരു ആരോ കാണിക്കുക. ആ ആരോ ഒരു നീല വരയിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. നീല വരയാകുമ്പോൾ ഹാർട്ട്മാൻ സ്കിറ്റിൽ വരുന്ന ഒരു ലൈനാണ്. അപ്പൊ ആ ലൈനിൽ കൂടെ ഒരു നെഗറ്റീവ് എനർജി വരുന്നിരിക്കട്ടെ. ആ വടക്ക് വശത്തുനിന്ന് വടക്കുന്ന തെക്കോട്ടും കിഴക്കുന്ന പടിഞ്ഞാറോട്ടുമാണ് ഹാർട്ട്മാൻ സ്കിറ്റ്. അപ്പൊ ആ ഒരു ഇപ്പൊ അവസാനം വന്നേക്കുന്ന ഈ ലൈനില് ആ ഒരു ലൈനിലോട്ടാണ് ആരോ കാണിക്കുന്നത്, മുകളിൽ താഴോട്ട് മധ്യത്തില്. ആ ലൈനിൽ കൂടി ഒരു ശക്തിയായിട്ട് ഒരു എനർജി വരുന്നിരിക്കട്ടെ. അതുപോലെ തന്നെ വേറൊരു ലൈനിൽ ഇപ്പൊ നോക്കുക, നോർത്ത് ഈസ്റ്റ് വേറെ ആരോ വരും, നോക്കിക്കോളൂ. വേറൊരു ആരോ വന്നു, അത് ചുമന്ന നിറത്തിലുള്ള ആരോ, കാരണം അത് കറി ഗ്രീറ്റിലാണ്. അപ്പൊ ആ ഒരു കറി ഗ്രിഡിലോട്ടാണ് ആ ആരോ കാണിക്കുന്നത്. അപ്പൊ അതിൽ കൂടി ഒരു ശക്തിയായിട്ടുള്ള എനർജി വരുന്നിരിക്കട്ടെ. ഈ രണ്ട് ഗ്രിഡുകളിൽ കൂടി നോർത്തിൽ നിന്ന് സൗത്തിലോട്ടും നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ടും രണ്ട് എനർജി വരികയാണെങ്കിൽ നേരെ താഴോട്ട് വരുന്നിട്ട് നമുക്ക് ഒരു ഇവിടെ ഈ ചുമന്ന നിറം കാണിച്ചിരിക്കുന്ന ആ ഒരു നടുക്ക്, അവിടെ അത് ആ രണ്ടും കൂടി മീറ്റ് ചെയ്യും. നോക്കുക, ആ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ആ നെഗറ്റീവ് എനർജിയും നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ട് പോകുന്ന ആ ഭാഗത്ത് നെഗറ്റീവ് എനർജി രണ്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. ചില സമയത്ത് വലിയ ഹൈലി നെഗറ്റീവ് ഉണ്ടാവും. ആ നെഗറ്റീവ് എനർജി ഗ്രിഡുകളിൽ കൂടി ട്രാവൽ ചെയ്ത് ഏതെങ്കിലും ഒരു നോട്ടിൽ തമ്മിൽ സന്ധിക്കും. അപ്പൊ ആ സന്ധിക്കുന്ന പോയിന്റിൽ ഒരു ഡേഞ്ചറസ് നോട്ട് ഉണ്ടാകുന്നതാണ്. അതായത് ഇവിടെ നോട്ടൊന്ന് ചുവന്ന നിറത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പൊ അവിടെ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള നോട്ട് വരും. അപ്പൊ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള നോട്ട് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് നേരെ വടക്കോട്ടും പിന്നെ വടക്ക് കിഴക്കോട്ടും നമ്മൾ രണ്ട് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു മുറിക്കകത്താണ് അത് വരുന്നതെങ്കിൽ ആ മുറിക്കകത്ത് ഏതെങ്കിലും ആ മുറിയുടെ ഭിത്തി കൂടെ ആയിരിക്കും ചിലപ്പോൾ ആ ഭിത്തിയുടെ ഭാഗത്തുള്ളായിരിക്കും വരുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് കറക്റ്റ് ആ സ്പോട്ട് കണ്ടുപിടിക്കണം. അവിടെ നമ്മൾ GS റോഡ് വെക്കണം. നോക്കുക, ഇവിടെ നോക്കുക, അതാണ്ട് മുകളിലൊരു ചുവന്ന നിറം നിങ്ങൾ കണ്ടു കാണും, ഒരു ചെറിയ ഒരു മഞ്ഞ നിറത്തില്, അതൊരു GS റോഡാണ്. ഈ GS റോഡ് ഞാൻ ഒരുപാട് നീളം, ഒരു 8 ഇഞ്ച് നീളമേ ഉള്ളൂ. 8 ഇഞ്ച് അല്ലെങ്കിൽ ചിലപ്പോൾ 10 ഇഞ്ച് വരെ നീളമുള്ളതാണ് ഈ GS റോഡ്. അത് നമുക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ കിളിക്കുന്നതൊക്കെയാണ് ഒരു GS റോഡ് എന്ന് പറഞ്ഞാൽ. ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. കറക്റ്റ് ഈ പിന്നെ നെഗറ്റീവ് എനർജി വരുന്ന ആ ലൈൻ കണ്ടുപിടിച്ച് അത് എവിടെ നിന്നാണോ വരുന്നത് അവിടെ വേണം ഇത് വയ്ക്കാൻ. അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ ലെക്കർ ആന്റിനെ വെച്ച് ചെയ്താലേ ഒക്കുള്ളൂ. നമ്മൾ ഈ ഡേഞ്ചറസ് നോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ലെക്കർ ആന്റിനെ വെച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കറക്റ്റ് ഈസ്റ്റ് വെസ്റ്റ് ലൈൻ വരച്ച് അത് രണ്ട് സൈഡിൽ നോർത്തിൽ ചെന്ന് മുട്ടുന്ന ഭാഗത്തുനിന്നായിരിക്കും അത് വരുന്നത്. അതുപോലെ ചരിഞ്ഞ് നോർത്ത് ഈസ്റ്റിലോട്ട് പോയാൽ നോർത്ത് ഈസ്റ്റിലും അവിടെ ഒരു കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു പിന്നെ GS റോഡ് വയ്ക്കുക. അപ്പൊ ഈ രണ്ട് GS റോഡ് ഇങ്ങനെ വെച്ചാൽ ആ ഒരു ഹാർട്ട്മാൻ കിട്ടിക്കൂടെയും മറ്റേത് കറി കിട്ടിക്കൂടെയും വരുന്ന നെഗറ്റീവ് എനർജി അത് അവിടെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഈ ഡേഞ്ചറസ് നോട്ട് ഇല്ലാതാവും. അങ്ങനെയാണ് നമ്മൾ ഈ ശക്തിയെ, ഇതിന്റെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് കൂടുതൽ പഠിച്ചാലേ ഇതൊക്കെ ചെയ്യാൻ നോക്കൂ. ഈ ജസ്റ്റ് നമുക്കൊരു അരമണിക്കൂർ ക്ലാസ് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഏകദേശ രൂപം. ഇനി നമ്മൾ നോക്കുക, ഇവിടെ നോക്കുക, ഇത് രണ്ടും GS റോഡാണ്. ഇത് വേണം ഈ പടം ഒന്ന് വരച്ചോളൂ. പടം കടന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള അറിഞ്ഞു. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പിന്നീട് പുസ്തകം നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുമല്ലോ. സമയം തരാം, വരച്ച് കഴിയുമ്പോൾ പറയണം. സ്കെയിലൊന്നും വേണ്ട, വെറുതെ ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചാൽ മതി. പക്ഷെ മൂലകൾ ടച്ച് ചെയ്ത് പോകുന്ന ശ്രദ്ധിക്കണം. ഇത് ഏറ്റവും വെളിയിലത്തെ ലൈൻ കഴിഞ്ഞ് പിന്നെ ഇത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിഞ്ഞ വരകളൊക്കെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്നത്. ചരിഞ്ഞ വരകളും നീല വരകളും ചുവന്ന വരകളും ഒക്കെ ആ വെളിയിലത്തെ ലൈനും കഴിഞ്ഞ് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്ത് കാണിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അത് അവിടെ ഈ വെളിയിലത്തെ ലൈൻ വന്ന് അവിടെ തീരുന്നില്ല, വീണ്ടും വെളിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വരച്ച് തീർന്നു കഴിഞ്ഞാൽ ആ വിവരം പറയുക, അൺമ്യൂട്ട് ചെയ്ത് പറയുക.
വരച്ചു കഴിഞ്ഞു സാർ. ഓക്കെ, വരച്ച് കഴിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ശരി. ഇനി ഇതുകൂടെ നോക്കുക, ഈ ഹാർട്ട്മാൻസ് ഗ്രിഡ് അതിന്റെ ഡിസ്റ്റൻസ് ആണ് നോക്കുക. അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ. നോർത്ത് ടു സൗത്ത്, നോർത്തിൽ നിന്ന് സൗത്തിലേക്കും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കുമാണ് ഈ ഹാർട്ട്മാൻസ് ഗ്രിഡ് പോകുന്നത്. അപ്പൊ നോർത്ത് ടു സൗത്ത് ഓരോ ലൈനിനും ഇടയ്ക്കുള്ള ഓരോ 2 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളതാണ്. ഓരോ 2 മീറ്റർ ഇടവിട്ടാണ് നോർത്ത് ടു സൗത്ത്. അതിൽ ഈസ്റ്റ് വെസ്റ്റ് ആണെങ്കിൽ 2.5 മീറ്റേഴ്സ് ആണ്. രണ്ടും ഈക്വൽ അല്ല. ഹാർട്ട്മാൻസ് ഗ്രിഡില് വടക്കുന്ന് തെക്കോട്ട് പോകുന്ന ഈ എനർജി ഫ്ലോയെ ഓരോ 2 മീറ്റർ ഇടവിട്ട് വരും. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന എനർജി ഫ്ലോ ഓരോ 2.5 മീറ്റർ ഇടവിട്ടാണ് വരുന്നത്. അപ്പൊ ഈ കാണുന്നത് സ്ക്വയർ അല്ല, ഈ നീലനിറത്തിൽ കാണുന്നത് ശരിക്കും സ്ക്വയർ അല്ല. അതിന്റെ ഒരു സൈഡ് 2 മീറ്ററും മറ്റേ സൈഡ് 2.5 മീറ്ററുമാണ്. നമ്മൾ വരയ്ക്കുന്ന അങ്ങനെ വേണമെന്നില്ല, കാര്യം അറിഞ്ഞിരുന്നാൽ മതി. വടക്കുന്ന് തെക്കോട്ട് 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ ലൈനും വരുന്നത്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് 2.5 മീറ്ററിലാണ് ഹാർട്ട്മാൻസ് ഗ്രിഡ് വരുന്നത്. അതൊക്കെ അങ്ങനെ പരീക്ഷണങ്ങൾ കൂടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അത് എഴുതിയെന്നായിരിക്കുന്നു. അതുപോലെ എനർജിയിൽ ഈ ഓരോ ലൈനിന്റെയും വിഡ്ത്ത്, നമ്മൾ പദവിസ്താരം എന്നൊക്കെ പറഞ്ഞ് പദവിസ്താരത്തിനെ 12 കൊണ്ട് വായിക്കുമ്പോൾ സൂത്രവീതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓരോ എനർജി ഫ്ലോയുടെ വീതി. അപ്പോൾ ഇവിടെ ആ എനർജി ഫ്ലോയുടെ വീതി, എനർജി ലൈനിന്റെ ഹാർട്ട്മാൻസ് ഗ്രിഡിന്റെ വീതി 21 സെന്റിമീറ്റർ ആണ്. ഓരോ ലൈനിന്റെയും വീതി 21 സെന്റിമീറ്റർ. ആ എനർജി ഫ്ലോയുടെ വീതിയാണ് 21 സെന്റിമീറ്റർ ആണ്. എഴുതുന്നതായിരിക്കുന്നു. ഇനി അടുത്ത കറി ഗ്രിഡ്. കറി ഗ്രിഡ് ആണെങ്കിൽ ചരിഞ്ഞാണ്. വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറ്, നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ടും നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലോട്ടുമാണ് അതിന്റെ ഫ്ലോ. നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് ടു സൗത്ത് ഈസ്റ്റ്, രണ്ടും. കറി ഗ്രിഡ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലോട്ടുള്ള കറി ഗ്രിഡിന്റെ എനർജി ഫ്ലോയും നോർത്ത് വെസ്റ്റിൽ നിന്ന് സൗത്ത് ഈസ്റ്റിലേക്കുള്ള എനർജി ഫ്ലോയും അതിന്റെ വ്യത്യാസം മിനിമം 2.44 മുതൽ മാക്സിമം 3.51 വരെ എല്ലാം ഈക്വൽ ആയിരിക്കണം എന്നില്ല. 2.44 ആണ് ഏറ്റവും കുറഞ്ഞ അളവ് വരുന്നത്. 3.51 വരെ ആ വ്യത്യാസം വരാം. 2 ലൈൻ തമ്മിലുള്ള വ്യത്യാസം മിനിമം 2.44 സെന്റിമീറ്ററും മാക്സിമം 3.51 മീറ്ററും ആണ്. അത് 244 സെന്റിമീറ്ററും മറ്റേത് 351 സെന്റിമീറ്ററും. അപ്പോൾ ഈ ലൈൻസ് തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പൊ അത് സ്റ്റഡി അല്ല, എല്ലായിടത്തും ഒരുപോലെ അല്ല. ഏറ്റവും കുറവ് 2.44, ഏറ്റവും കൂടിയ 3. അതിനപ്പുറം ഈ രണ്ടിന്റെ ഇടയ്ക്ക് ഉള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഈ 2 ലൈനിന്റെ ഇടയ്ക്കുള്ള വ്യത്യാസം. ഇനി അതുപോലെ ഓരോ ലൈനിന്റെയും വിഡ്ത്ത്, കറി ഗ്രിഡില് വിഡ്ത്ത് അത് 30.5 മുതൽ 40.6 വരെ വേരി ചെയ്യാറുണ്ട്. അതും സ്റ്റഡിയല്ല. മറ്റേതിനകത്താണ് 21 സെന്റിമീറ്റർ സ്റ്റഡിയാണ് ഹാർട്ട്മാൻസ് ഗ്രിഡ്. പക്ഷെ കറി ഗ്രിഡില് മിനിമം 30.5 മാക്സിമം 40.6 വരെ ഓരോ ലൈനിന്റെയും വിഡ്ത്ത് വരും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ള ഇതൊന്നും അറിഞ്ഞിരിക്കുക, ചെറിയ ഐഡിയ കിട്ടും, അത്രേ ഉള്ളൂ ഉദ്ദേശം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. താല്പര്യമുള്ളവർക്ക് നെറ്റിൽ കൂടിയൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞു ഈ പിന്നെ ഈ എന്താ GS റോഡ് കൂടാതെ മറ്റൊരു കറക്ഷൻ ഉണ്ട്, എയർഫോഴ്സ് കറക്ഷൻ. പിന്നെ ഇവിടെയാണ് ഏറ്റവും ഈസി. ഒരു കംപ്ലീറ്റ് വാസ്തുമണ്ഡലത്തിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. വാസ്തുമണ്ഡലത്തിൽ കംപ്ലീറ്റ് വാസ്തുമണ്ഡലത്തിനകത്ത് എവിടെ നെഗറ്റീവ് എനർജി വന്നാലും വാസ്തുമണ്ഡലത്തിനും കൂടാതെ നമ്മുടെ വീട്ടിലോട്ട് വരാതെ വീണ്ടും താഴെ തന്നെ ബ്ലോക്ക് ചെയ്യും. ആണ് എയർഫോഴ്സ് കറക്ഷൻ പിരിയുമ്പോൾ 10 എണ്ണം വേണം. സെക്കൻഡ്, ഇത് നമുക്ക് എങ്ങനെയാണ് എയർഫോഴ്സ് കറക്ഷൻ പിരമിഡ് സ്ഥാപിക്കുക? അതിന് പ്രത്യേക മെത്തേഡുണ്ട്. സാധാരണ നമ്മൾ പിരമിഡ് സ്ഥാപിക്കുന്ന പോലെ എല്ലാം ഒരേ ആഴത്തിൽ 2.5 അടി ആഴത്തിലല്ല, അതിന് വ്യത്യാസമുണ്ട്. അതായത്
ഒരു എനർജി ഫീൽഡ് ഉണ്ടാകുമ്പോൾ എയർഫോഴ്സ് കറക്ഷൻ പിരമിഡുകൾ സ്ഥാപിച്ച് ഒരു 3 മാസം എടുക്കുമ്പോൾ ഒരു എനർജി ഫീൽഡ് ഉണ്ടാകും. ആ എനർജി ഫീൽഡ് വടക്ക് കിഴക്കോട്ട് പോകുന്ന താഴ്ന്നു പോകണം, തെക്ക് പടിഞ്ഞാറോട്ട് വരുമ്പോൾ പൊങ്ങി പൊങ്ങി വേണം, ചരിഞ്ഞ് വേണം ആ എനർജി ഫീൽഡ് ഉണ്ടാകാൻ. എന്നാലേ ഇതിനെ ശരിക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള പടം വരയ്ക്കാം. ഈ പടം വരച്ചോളൂ. എർത്ത് കറക്ഷൻ പിരമിഡ് 10 നമ്പേഴ്സ് എഴുതിയിട്ട് താഴെ വരച്ചോളൂ. അത് ആ പിരമിഡുകൾ സ്ഥാപിക്കേണ്ട രീതിയാണ് ഇപ്പം പറയുന്നത്, എർത്ത് കറക്ഷൻ പിരമിഡ്. ഇപ്പൊ ഈ കാണിക്കുന്ന ഒരു സ്ക്വയർ ഷേപ്പിൽ കാണുന്നത് വാസ്തുമണ്ഡലമാണ്. ഈ വാസ്തുമണ്ഡലത്തിൽ കംപ്ലീറ്റ് അതിനകത്തായിരിക്കും നമ്മുടെ വീട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വീട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടിയിൽ നിന്ന് വരുന്ന ആ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഈ ജിയോപ്പതിക് സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന ആ ജിയോപ്പതിക് സ്ട്രെസ്സിനെ ബ്ലോക്ക് ചെയ്യും. ഈ കംപ്ലീറ്റ് ഈ ഏരിയയിൽ ബ്ലോക്ക് ചെയ്യും. അപ്പൊ അതിനകത്ത് നമ്മൾ വീട് വെച്ചാൽ ആ വീട്ടിലോട്ട് അതിന്റെ ദോഷം വരില്ല. ഇത് വരച്ചു എന്ന് വിചാരിക്കുന്നു. ഇത് വാസ്തുമണ്ഡലം. ഈ വാസ്തുമണ്ഡലത്തിന്റെ 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും പിരമിഡ് സ്ഥാപിക്കണം. അപ്പൊ അതിന്റെ സ്ഥലങ്ങൾ കാണിക്കാം. ഇത് ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. പിരമിഡ് ഒരെണ്ണം നോർത്ത് ഈസ്റ്റ് മൂലയില്, പിന്നെ ഈസ്റ്റിന്റെ മധ്യത്തില്, കിഴക്ക് വശത്തിന്റെ മധ്യത്തിലൊരു പിരമിഡ്, സൗത്ത് ഈസ്റ്റിലൊരു പിരമിഡ്, അതുപോലെ സൗത്തിന്റെ മധ്യത്തിലൊരു പിരമിഡ്, സൗത്ത് വെസ്റ്റിൽ ഒരെണ്ണം, വെസ്റ്റിൽ ഒരെണ്ണം, വെസ്റ്റിന്റെ മധ്യം, നോർത്ത് വെസ്റ്റിൽ ഒരെണ്ണം, വടക്കിന്റെ മധ്യത്തിൽ ഒരെണ്ണം. ഇപ്പോ 3, 2, 5, 3, 8 എണ്ണമായി. മധ്യത്തിൽ ഒരെണ്ണം, അതായത് ബ്രഹ്മനാഭി, വാസ്തുമണ്ഡലത്തിലെ മധ്യഭാഗം ബ്രഹ്മനാഭി, അവിടെ ഒരെണ്ണം. ഇത് കഴിഞ്ഞിട്ട് കന്നിമൂലയിൽ ഒരെണ്ണം കൂടെ വയ്ക്കും അഡീഷണൽ ആയിട്ട്. അപ്പൊ അവിടെ 2 എണ്ണം വയ്ക്കും. അപ്പൊ 10 പിരമിഡ് ആവും. കന്നിമൂലയിൽ 2 പിരമിഡ് വയ്ക്കണം. ഇത് വരച്ചെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെയൊക്കെ ഡയറക്ഷൻ, ഈ ചുറ്റും ഇരിക്കുന്ന ആ 3, 2, 5, 4, 9 പിരമിഡാണ് ചുറ്റും. നടുക്ക് ഒരെണ്ണവും ബാക്കി 9 എണ്ണം ചുറ്റും വെച്ചേക്കുക. ഈ ചുറ്റും ഇരിക്കുന്ന പിരമിഡുകള് നടുക്കിരിക്കുന്ന പിരമിഡിനെ ഫേസ് ചെയ്യണം. അതെല്ലാം ഫേസ് ചെയ്യേണ്ട നടുക്കോട്ട് വേണം, ഫേസ് ചെയ്യത്തക്കണം വയ്ക്കാം. നടുക്കിരിക്കുന്ന പിരമിഡിനെ ഫേസ് ചെയ്യത്തൊക്കെ വേണം. അതാണ് അതിന്റെ ഡയറക്ഷൻ കാണിക്കാണ്ട് ആരോ കാണിക്കുന്നുണ്ട്. ആ ഓരോ പിരമിഡും വയ്ക്കുന്നത് മധ്യത്തിലുള്ള പിരമിഡിനെ ഫേസ് ചെയ്ത് വെക്കണം. ബ്രഹ്മനാഭിയെ ഫേസ് ചെയ്ത് വെക്കണം. അത് വരച്ചോളൂ, ആ ഡയറക്ഷൻ വരച്ചോളൂ. എന്നിട്ട് നടുക്കിരിക്കുന്ന പിരമിഡ് നോർത്തിലോട്ട് ഫേസ് ചെയ്യണം, നോർത്ത് ഫേസിംഗ് ആയിട്ട്. ചുറ്റുമുള്ള പിരമിഡുകൾ നടുക്കിരിക്കുന്ന പിരമിഡിനെ അല്ലെങ്കിൽ ബ്രഹ്മനാഭിയെ ഫേസ് ചെയ്യണം. നടുക്കിരിക്കുന്ന പിരമിഡ് നോർത്ത് ഫേസിങ്, വടക്കോട്ട് ഫേസ് ചെയ്യണം. ഇനി ഇതിന്റെ ഹൈറ്റ്, നമ്മൾ സാധാരണ പിരമിഡ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ നേരത്തെ പിരമിഡ് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ് ആ സ്ഥാപന രീതിയൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതായത് സാധാരണ ജനറലായിട്ട് നമ്മൾ പിരമിഡ് സ്ഥാപിക്കുമ്പോൾ 2.5 അടി ആഴത്തിലുള്ള ഒരു കുഴി എടുക്കും. 2.5 അടി ആഴത്തിലും 1 അടി നീളം 1 അടി വീതിയിൽ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയുടെ അടിയിൽ ആദ്യം 6 ഇഞ്ച് 2 ഇഞ്ച് ഘനത്തില് പിന്നെ മണല്, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ വേപ്പല, അങ്ങനെ 6 ഇഞ്ച് ഘനത്തിൽ ഇത് 3 കൂടി ഇടും. അതിന്റെ മുകളിലാണ് പിരമിഡ് വെക്കേണ്ടത്. അപ്പൊ 2.5 അടി കുഴിച്ചാൽ 2 അടി താഴ്ച പിരമിഡ് വെക്കാം. കാരണം അടിയിൽ ഇത് 3 കൂടെ 6 ഇഞ്ച് വരും. അപ്പൊ ഇവിടെ നമ്മൾ വടക്ക് കിഴക്കിരിക്കുന്ന കുറെ കൂട് താക്കണം. അതായത് വടക്ക് കിഴക്കുന്ന പിരമിഡ് 2.5 അടി താഴെ വേണം പിരമിഡ് വരാൻ. പിരമിഡ് 2.5 അടി താഴണമെങ്കിൽ കുഴി 3 അടി വരണം. 3 അടി കുഴിച്ചാല് ആ കുഴിയുടെ മണ്ണൊക്കെ അതിനകത്ത് മാറ്റിയിട്ട് അതിൽ ഏറ്റവും അടിയിൽ 2 ഇഞ്ച് ഘനത്തിൽ മണലും, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പും, പിന്നെ 2 ഇഞ്ച് ഘനത്തിൽ വേപ്പലയും വയ്ക്കുമ്പോൾ 6 ഇഞ്ചാവും. അപ്പൊ 2.5 അടി 3 അടി കുഴിച്ചാല് 2.5 അടി താഴ്ച. ഇത് പിരമിഡ് വയ്ക്കുന്ന ആഴമാണ് 2.5 അടി കാണിച്ചത്, കുഴിയുടെ ആഴമല്ല. അപ്പൊ കുഴി ഈ കാണിച്ചേക്കുന്ന 1/2 അടി കൂടെ കൂടുതൽ കുഴിക്കണം. അപ്പൊ 2.5 അടിയിൽ എഴുതിയേക്കുന്നിടത്ത് 3 അടി കുഴിക്കണം. കുഴിച്ചിട്ട് മറ്റേ ഈ 3 കാര്യങ്ങൾ വെക്കുമ്പോൾ 6 ഇഞ്ച് 1/2 അടി പൊങ്ങുമ്പോൾ പിന്നെ 2.5 അടി താഴ്ച നമുക്ക് പിരമിഡ് വയ്ക്കാം. പിരമിഡ് വയ്ക്കേണ്ട ആഴമാണ് ഈ കാണിച്ചിരിക്കുന്നത്. കിഴക്ക് വശത്തിന്റെ മധ്യത്തില് 2 അടിക്കായിരിക്കണം. അത് കുഴി 2.5 അടി കുഴിക്കണം. തെക്ക് കിഴക്കാണെങ്കിൽ 1.5 അടി. അപ്പൊ കുഴി 2 അടി കുഴിക്കണം. തെക്ക് വശമാണെങ്കിൽ 1 അടി, അതായത് 1.5 അടി താഴ്ചയിൽ കുഴിക്കണം.
അത് തെക്ക് പടിഞ്ഞാറാണെങ്കിൽ അരയടി മതി. അപ്പൊ ഒരടി താഴ്ച കുഴിച്ചാൽ മതി. ഒരടി താഴ്ച കുഴിച്ചിട്ട് അത് 3 ഇട്ട് കഴിയുമ്പോൾ അരയടി താഴ്ചയിൽ പിരമിഡ് വെക്കാൻ പറ്റും. പടിഞ്ഞാറ് വശത്ത് വെക്കുന്നതും ഒരടിയാണ് താഴ്ച പിരമിഡ് വെക്കേണ്ടത്. അപ്പൊ 1.5 അടി കുഴിക്കണം. വടക്ക് പടിഞ്ഞാറ് വെക്കേണ്ടത് 1.5 അടി താഴ്ചയിൽ പിരമിഡ് വെക്കണം. അപ്പൊ 2 അടി കുഴിക്കണം. വടക്ക് വശത്ത് 2 അടി താഴ്ചയിൽ പിരമിഡ് വെക്കണം. അപ്പൊ 2.5 അടി കുഴിക്കണം. മധ്യത്തിൽ 1.5 അടിയാണ് പിരമിഡ് വെക്കേണ്ടത്. അപ്പൊ 2 അടി കുഴിക്കണം. ഇതാണ് ഓരോ കുഴിയുടെ ലെവല്, ആ പിരമിഡ് വെക്കേണ്ട ലെവല്. അപ്പൊ വടക്ക് കിഴക്കുള്ള പിരമിഡ് ഏറ്റവും താന്നും, തെക്ക് പടിഞ്ഞാറുള്ള പിരമിഡ് ഏറ്റവും പൊങ്ങിയിരിക്കും. അപ്പൊ ആ ഒരു ചരിഞ്ഞ ഒരു പ്രതലം, ആ എനർജി ഫീൽഡ് ഒരു ചരിഞ്ഞു വരും. അങ്ങനെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ പിരമിഡ് വെക്കുന്നത്. ഇത് വരച്ചു വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ചു കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, ഇതാണ് ഏറ്റവും എളുപ്പം. ആ വാസമണ്ഡലത്തിനകത്ത് ഈ വാസമണ്ഡലത്തിന്റെ ആ മൂല അതൊക്കെ കുഴിച്ച് നമുക്ക് വയ്ക്കാൻ പറ്റും. പക്ഷെ എക്സ്പെൻസ് കുറച്ച് കൂടും. കാരണം 10 പിരമിഡ് ഉണ്ട്. അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജും എല്ലാം കൂടെ എക്സ്പെൻസ് മറ്റേനേക്കാൾ അല്പം കൂടും. അപ്പൊ എഴുതിക്കൊള്ളൂ. മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ, ഈ പടം വരച്ചിട്ട് താഴെ എഴുതിക്കൊള്ളൂ. മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ, മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ, മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാസ്തുമണ്ഡലത്തിന്റെ 4 മൂലകളിലും, മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാസ്തുമണ്ഡലത്തിന്റെ 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും, 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും ബ്രഹ്മനാഭിയിലുമായി ഈ പിരമിഡുകൾ സ്ഥാപിക്കണം. ബ്രഹ്മനാഭിയിലുമായി ഈ പിരമിഡുകൾ സ്ഥാപിക്കണം. മുകളിലത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാസ്തുമണ്ഡലത്തിന്റെ 4 മൂലകളിലും 4 വശങ്ങളുടെ മധ്യത്തിലും ബ്രഹ്മനാഭിയിലുമായി ഈ പിരമിഡുകൾ സ്ഥാപിക്കണം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. കന്നിമൂലയിൽ 2 പിരമിഡുകൾ സ്ഥാപിക്കണം. കന്നിമൂലയിൽ 2 പിരമിഡുകൾ സ്ഥാപിക്കണം. ഫുൾ സ്റ്റോപ്പ്. കന്നിമൂലയിൽ 2 പിരമിഡുകൾ സ്ഥാപിക്കണം. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. വാസ്തുമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിരമിഡുകൾ സ്ഥാപിക്കുന്ന താഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. വാസ്തുമണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പിരമിഡുകൾ സ്ഥാപിക്കുന്ന താഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. പിരമിഡുകൾ സ്ഥാപിക്കുന്ന താഴ്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. അതായത് കന്നിമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ്, കന്നിമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡുകൾ 2 ഉണ്ടല്ലോ. പിരമിഡുകൾ, അതായത് കന്നിമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡുകൾ ഏറ്റവും പൊക്കിയും, ബ്രാക്കറ്റിൽ അരയടി താഴ്ചയിൽ, അരയടി അല്ലെങ്കിൽ 0.5 അരയടി താഴ്ചയിൽ, ബ്രാക്കറ്റ് ക്ലോസ്. കന്നിമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡുകൾ ഏറ്റവും പൊക്കിയും ബ്രാക്കറ്റിൽ അരയടി താഴ്ചയിൽ, വിത്തിൻ ബ്രാക്കറ്റ്.
ബ്രാക്കറ്റ് ഇട്ടിട്ട് കോമ, ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ്, ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ്, ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തിയും, ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തിയും, ബ്രാക്കറ്റിൽ 2.5 അടി, ബ്രാക്കറ്റ് ക്ലോസ്, ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തിയും, ബ്രാക്കറ്റിൽ 2.5 അടി, ബ്രാക്കറ്റ് ക്ലോസ്, സ്ഥാപിക്കണം. ഏറ്റവും താഴ്ത്തിയും സ്ഥാപിക്കണം, ഫുൾ സ്റ്റോപ്പ്. ഈശാനുമൂലയിൽ സ്ഥാപിക്കുന്ന പിരമിഡ് ഏറ്റവും താഴ്ത്തിയും, ബ്രാക്കറ്റ് 2.5 അടി, ബ്രാക്കറ്റ് ക്ലോസ്, സ്ഥാപിക്കണം, ഫുൾ സ്റ്റോപ്പ്. അടുത്ത സെന്റൻസ്, നെക്സ്റ്റ് സെന്റൻസ്. 2.5 അടി താഴ്ചയിൽ, 2.5 അടി താഴ്ചയിൽ പിരമിഡ് സ്ഥാപിക്കാനായി, 2.5 അടി താഴ്ചയിൽ പിരമിഡ് സ്ഥാപിക്കാനായി 3 അടി താഴ്ചയിലും, 2.5 അടി താഴ്ചയിൽ പിരമിഡ് സ്ഥാപിക്കാനായി 3 അടി താഴ്ചയിലും 1 അടി സമചതുരത്തിലുമുള്ള കുഴികൾ, 2.5 അടി താഴ്ചയിൽ പിരമിഡ് സ്ഥാപിക്കാനായി 3 അടി താഴ്ചയിലും 1 അടി സമചതുരത്തിലുമുള്ള കുഴികൾ എടുത്തിട്ട്, 3 അടി താഴ്ചയിലും 1 അടി സമചതുരത്തിലുമുള്ള കുഴികൾ എടുത്തിട്ട് കുഴിയുടെ താഴെ 2 ഇഞ്ച് ഘനത്തിൽ മണൽ, കുഴിയുടെ താഴെ 2 ഇഞ്ച് ഘനത്തിൽ മണൽ, നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഒന്ന് എഴുതിക്കോളൂ. 2 ഇഞ്ച് ഘനത്തിൽ മണൽ, കോമ, 2 ഇഞ്ച് ഘനത്തിൽ മണൽ, കോമ, 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, കോമ, 2 ഇഞ്ച് ഘനത്തിൽ കല്ലുപ്പ്, കോമ, 2 ഇഞ്ച് ഘനത്തിൽ വേപ്പില, 2 ഇഞ്ച് ഘനത്തിൽ വേപ്പില എന്നിവ നിറച്ചിട്ട്, 2 ഇഞ്ച് ഘനത്തിൽ വേപ്പില എന്നിവ നിറച്ചിട്ട്, 2 ഇഞ്ച് ഘനത്തിൽ വേപ്പില എന്നിവ നിറച്ചിട്ട് അതിനു മുകളിൽ 2 ഇഞ്ച് ഘനത്തിൽ വേപ്പില എന്നിവ നിറച്ചിട്ട് അതിനു മുകളിൽ, അതായത് 2.5 അടി പൊക്കത്തിൽ, അതിനു മുകളിൽ, അതായത് 2.5 അടി പൊക്കത്തിൽ വേപ്പില എന്നിവ നിറച്ചിട്ട് അതിനു മുകളിൽ, അതായത് 2.5 അടി പൊക്കത്തിൽ പിരമിഡ് സ്ഥാപിക്കണം. അതായത് 2.5 അടി പൊക്കത്തിൽ പിരമിഡ് സ്ഥാപിക്കണം, ഫുൾ സ്റ്റോപ്പ്. 2.5 അടി പൊക്കത്തിൽ പിരമിഡ് സ്ഥാപിക്കണം, ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ചുറ്റുമുള്ള 8 പിരമിഡുകളും, ചുറ്റുമുള്ള 8 അല്ല 9 പിരമിഡുകൾ എഴുതിക്കോളൂ. ചുറ്റുമുള്ള 9 പിരമിഡുകളും, ചുറ്റുമുള്ള 9 പിരമിഡുകളും മധ്യത്തിലുള്ള പിരമിഡിന്, ചുറ്റുമുള്ള 9 പിരമിഡുകളും മധ്യത്തിലുള്ള പിരമിഡിന് അഭിമുഖമായും, മധ്യത്തിലുള്ള പിരമിഡിന് അഭിമുഖമായും, കോമ, ചുറ്റുമുള്ള 9 പിരമിഡുകളും മധ്യത്തിലുള്ള പിരമിഡിന് അഭിമുഖമായും, കോമ, മധ്യത്തിലുള്ള പിരമിഡ് വടക്ക് ദിശയ്ക്ക് അഭിമുഖമായും, മധ്യത്തിലുള്ള പിരമിഡ് വടക്ക് ദിശയ്ക്ക് അഭിമുഖമായും വേണം സ്ഥാപിക്കേണ്ടത്. മധ്യത്തിലുള്ള പിരമിഡ് വടക്ക് ദിശയ്ക്ക് അഭിമുഖമായും വേണം സ്ഥാപിക്കേണ്ടത്, ഫുൾ സ്റ്റോപ്പ്. മധ്യത്തിലുള്ള പിരമിഡ് വടക്ക് ദിശയ്ക്ക് അഭിമുഖമായും വേണം സ്ഥാപിക്കേണ്ടത്, ഫുൾ സ്റ്റോപ്പ്. നെക്സ്റ്റ് സെന്റൻസ്. ഇപ്രകാരം പിരമിഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, കോമ, ഇപ്രകാരം പിരമിഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, കോമ, 3 മാസങ്ങൾക്കകം, ഇപ്രകാരം പിരമിഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ, കോമ, 3 മാസങ്ങൾക്കകം ഈ പിരമിഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത്, ഇപ്രകാരം പിരമിഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 3 മാസങ്ങൾക്കകം ഈ പിരമിഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഒരു ഊർജ വലയം
ഈ പിരമിഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഒരു ഊർജ വലയം ബ്രാക്കറ്റിൽ എനർജി ഫീൽഡ്, ഊർജ വലയം ബ്രാക്കറ്റിൽ എനർജി ഫീൽഡ്, ENERGY എനർജി FIELD ഫീൽഡ്. ഈ പിരമിഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഒരു ഊർജ വലയം ബ്രാക്കറ്റിൽ എനർജി ഫീൽഡ് ഉണ്ടാവുകയും, ഈ പിരമിഡുകൾ സ്ഥാപിച്ച സ്ഥലത്ത് ഒരു ഊർജ വലയം എനർജി ഫീൽഡ് ഉണ്ടാവുകയും, താഴെ നിന്നുള്ള പ്രതികൂല വൈബ്രേഷൻ, ഒരു ഊർജ വലയം അല്ലെങ്കിൽ എനർജി ഫീൽഡ് ഉണ്ടാവുകയും, താഴെ നിന്നുള്ള പ്രതികൂല വൈബ്രേഷനെ നീക്കുള്ളൂ, താഴെ നിന്നുള്ള പ്രതികൂല വൈബ്രേഷനെ മുകളിലേക്ക് കടത്തി വിടാതിരിക്കുകയും, താഴെ നിന്നുള്ള പ്രതികൂല വൈബ്രേഷനെ മുകളിലേക്ക് കടത്തി വിടാതിരിക്കുകയും, താഴെ നിന്നുള്ള പ്രതികൂല വൈബ്രേഷനെ മുകളിലേക്ക് കടത്തി വിടാതിരിക്കുകയും, അങ്ങനെ ഈ ദോഷത്തിൽ നിന്നും ശമനം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ദോഷത്തിൽ നിന്നും ശമനം ഉണ്ടാകുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ ഈ ദോഷത്തിൽ നിന്നും ശമനം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ അതോടി ഇത് കഴിഞ്ഞു. അതായത് ഈ എയർഫോഴ്സ് ഇത് കഴിഞ്ഞു. ഇത് നമ്മൾ മറ്റു ദോഷങ്ങളിലാണ്. അടുത്തത് മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും. ആ ഹെഡിങ് എപ്പോഴും എഴുതിക്കൊള്ളൂ. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 2. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും ഒന്നാമത്തതാണ് എയർഫോഴ്സിന്റെ കറക്ഷൻ. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളും 2. തായ് വീടിന്റെ ചുറ്റിനും മൊത്തം ചുറ്റിനും ദോഷമുണ്ടായിരിക്കുക. മറ്റു ദോഷങ്ങളും പരിഹാരങ്ങളിലും രണ്ടാമത്തത് തായ് വീടിന്റെ ചുറ്റിനും മൊത്തം ചുറ്റിനും ദോഷമുണ്ടായിരിക്കുക. അതായത് ഇപ്പൊ തായ് വീടിന്റെ ചുറ്റെടുത്തിട്ട് ആ ചുറ്റിലെ ആയവും വയവും നമ്മൾ കണ്ടാൽ ആയത്തേക്കാൾ വയം കൂടിയിരുന്നാൽ അത് ദോഷമാണ്. അതുപോലെ യോനിപ്പൊരുത്തം ഇല്ലെങ്കിൽ, ഇപ്പൊ ഏത് ദിശയിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നത് നോക്കുക. ഇപ്പൊ കിഴക്കോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ വിഷഭയോനി അത്യുത്തമം, ധ്വജം, സിംഹം, ഗജം ഉത്തമം. ഇതിൽ 4 ഏത് യോനിയാകാം. അപ്പൊ ഏത് യോനി ആയാലും അത് ദോഷമല്ല. പക്ഷെ ഇത് 4 അല്ലാതെ മറ്റൊന്നും ആകാൻ പാടില്ല, മറ്റു യോനി. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ യോനി മാറുക. അല്ലെങ്കിൽ കിഴക്കിനെയായിട്ടാണ് ഒരു വീട് വരുന്നതെങ്കിൽ പടിഞ്ഞാറോട്ട് ഫേസ് കിഴക്കിനെയാണെങ്കിൽ ധ്വജയോനി മാത്രമേ ആകാവൂ. മറ്റേത് യോനി വന്നാലും അതിന് യോനിപ്പൊരുത്തം ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ തായ് വീടിന്റെ ചുറ്റളവിനും മൊത്തം ചുറ്റിനും എന്തെങ്കിലും ദോഷം മരണച്ചുറ്റാകുക, അല്ലെങ്കിൽ ആയത്തേക്കാൾ വയം കൂടുക, അല്ലെങ്കിൽ യോനിപ്പൊരുത്തം ഇല്ലാതെ വരിക, ഇതൊക്കെ ദോഷമാണ്. അപ്പൊ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഇതിനകത്ത് വരും, ചുറ്റളവിലുള്ള ദോഷങ്ങൾ. തായ് വീടിന്റെ ചുറ്റിനും മൊത്തം ചുറ്റിനും ദോഷം ഉണ്ടായിരിക്കുക. ഈ ഒരു പടം വരച്ചോളൂ. ഈ കാണുന്ന ഒരു തായ് വീടാണ്, ഒരു റെക്ടാങ്കിൾ കാണുന്നത്. ഇതിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. വരച്ചെന്ന് വിചാരിക്കുന്നു. ഇത് നീളം ആ തായ് വീടിന്റെ മാത്രം, എക്സ്റ്റൻഷന്റെ അല്ല, തായ് വീടിന്റെ മാത്രം. ഇത് പടിഞ്ഞാറ്റിനായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്, പടിഞ്ഞാറ്റിന്. അത് വീട് പടിഞ്ഞാറോട്ട് മാറി നിൽക്കുന്നു, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്നു. എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഭാഗം സ്ലോപ്പിംഗ് റൂഫാണ്. അപ്പോൾ തായ് വീട് വരില്ല, സ്ലോപ്പിംഗ് റൂഫ് വരും. മറ്റേ തായ് വീട് കംപ്ലീറ്റ് ഒരേ ഹൈറ്റിലുള്ള റൂഫാണ്. അത് കഴിഞ്ഞ് ആ എക്സ്റ്റൻഷൻ വരുന്ന ഭാഗത്ത് സ്ലോപ്പിംഗ് റൂഫാണ്. വീട് കിഴക്കോട്ട്, നമ്മൾ സാധാരണ കിഴക്കുന്ന മുകളിൽ വശം എടുക്കുന്നത്, അപ്പോൾ മുകളിലോട്ട് ഫേസ് ചെയ്യുന്നു. ആ തായ് വീടിന്റെ മാത്രമാണ് 1337.5, മൊത്തമല്ല, തായ് വീടിന്റെ മാത്രം 1337.5 സെന്റിമീറ്റർ ആണ് അളവ്. വീതി 1250 സെന്റിമീറ്റർ. വീതി 1250 സെന്റിമീറ്റർ. ആ എക്സ്റ്റൻഷൻ വരുന്ന ഭാഗം 160 സെന്റിമീറ്റർ.
എക്സ്റ്റൻഷൻ വരുന്ന ആ ഭാഗത്തിന്റെ അളവ് 160 സെന്റിമീറ്റർ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടിന് ആവശ്യമായ ചുറ്റുദോഷ പരിഹാരം വിവരിക്കുക. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വീടിന് ആവശ്യമായ ചുറ്റുദോഷ പരിഹാരം വിവരിക്കുക. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ, പിന്നെ അതിന്റെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ തായ് വീടിന് ചുറ്റും ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് അടുത്ത് നോക്കാം. അടിയിൽ എഴുതിയേക്കുന്ന ഇപ്പൊ നോക്കണ്ട. തായ് വീടിന് ചുറ്റും കണ്ടുപിടിക്കണം. തായ് വീടിന് ചുറ്റും കണ്ടുപിടിക്കണമെങ്കിൽ പിന്നെ 1337.5 പ്ലസ് 1250 രണ്ടുകൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടുമെന്ന് പറയുക. ആ പഠിച്ച ആ തായ് വീടിന്റെ നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുക. എത്ര കിട്ടുമെന്ന് പറയുക. കാൽക്കുലേറ്റർ വെച്ച് പെട്ടെന്ന് പറയണം. $5175. 5175 കറക്റ്റ്. അപ്പൊ തായ് വീടിന്റെ ചുറ്റും 5175 സെന്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾ പിന്നെ നോക്കുക, ഇത് ഉത്തമോ മധ്യമോ അധമം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ വേറെ മറ്റു ചുറ്റുകളോ എന്തുവാണ് നോക്കണം. ഒന്നാമത്തെ ബുക്കെടുത്ത് ഈ ചുറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നോക്കണം. പെട്ടെന്ന് നോക്കാൻ പഠിക്കണം. ഇതിനകത്ത് മരണച്ചുറ്റിനകത്ത് ഇത് വരുമോ നോക്കണം ആദ്യം. ഉണ്ടോ? അത് നോക്കിയോ? മരണച്ചുറ്റി അളവുകളിൽ നിന്ന് പ്രത്യേകം കിടപ്പുണ്ട് കൈക്കണക്ക് പറ്റിയ കഴിഞ്ഞിട്ട്. അപ്പൊ അതിൽ 5175 സെന്റിമീറ്റർ അതിനകത്ത് വരുമോ നോക്കണം മരണച്ചുറ്റിനകത്ത്. ആദ്യം മരണച്ചുറ്റി നോക്കിയിട്ട് വേണം. മരണച്ചുറ്റാണെങ്കിൽ പിന്നെ ആയവും വയവും നോക്കണ്ട. അല്ലെങ്കിൽ ആയവും വയവും എല്ലാം നോക്കിയിട്ട് നമുക്ക് ആയത്തേക്കാൾ വയം കൂടുതലാണോ, യോനി ഏതാണ്, ഇതൊക്കെ പിന്നെ മരണച്ചുറ്റ് ഇല്ല ഇല്ല മരണച്ചുറ്റല്ല. ഇത് മരണച്ചുറ്റല്ല. അപ്പൊ ഇതിന്റെ ചുറ്റം ഞാൻ കോലങ്കുലം ആക്കുമ്പോൾ അതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഞാൻ ഇപ്പൊ എഴുതിയിട്ടുണ്ട്, സമയം കൂടുതൽ കളയാനില്ലാത്തതുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കണം കോലങ്കുലം ആക്കാൻ. 5175 സെന്റിമീറ്ററിനെ കോലങ്കുലം ആക്കുമ്പോൾ 71 കോൽ 21 അങ്കുലം. ഇതൊക്കെ നിങ്ങൾ പോയി സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. ഇവിടെ ഇത് കേട്ടവണ്ണം എഴുതിയോണ്ട് കാര്യമില്ല. അപ്പൊ 71 കോൽ 21 അങ്കുലമാണ് തായ് വീടിന്റെ ചുറ്റ്. ഇത് മരണച്ചുറ്റല്ല. മരണച്ചുറ്റാണെങ്കിൽ പിന്നെ ആയോ വയോ നോക്കേണ്ട ആവശ്യമില്ല. കാരണം മരണച്ചുറ്റുണ്ടെങ്കിൽ എന്തായാലും ആ ചുറ്റ് മാറ്റി വെക്കുള്ളൂ, മാറ്റാതിരിക്കാൻ ഒക്കില്ല. അപ്പൊ നമുക്ക് മരണച്ചുറ്റ് പിന്നെ ആയോ വയോ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ മരണച്ചുറ്റ് അല്ലെങ്കിൽ പിന്നെ ഇത് ആയത്തേക്കാൾ വയം കൂടുതലാണോ, യോനിപ്പൊരുത്തം ഉണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കണം. ആയവും വയവും യോനിയും കണ്ടുപിടിക്കണം. അപ്പൊ തായ് വീടിന്റെ ആയം, വ്യയം, യോനി എന്നിവ കാണണം. ഇത് മരണച്ചുറ്റല്ല. അല്ലാതെ വരുമ്പോൾ മരണച്ചുറ്റാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട, ഇതൊന്നും കാണണ്ട. മരണച്ചുറ്റ് അല്ലെങ്കിൽ തായ് വീടിന്റെ ആയം, വ്യയം, യോനി എന്നിവ കാണണം. ഇതൊക്കെ ഇനി പലയിടത്തും ഇങ്ങനെയുള്ള ഇനി വരുമ്പോൾ ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ വരും. അപ്പൊ ഇതൊക്കെ കാണാനായിട്ട് തറവായിരിക്കണം. ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി അതൊക്കെ കാണേണ്ടി വരും. ആയുസ് ഒക്കെ കാണാൻ എപ്പോഴും ചെയ്യേണ്ടി വരും. ആദ്യം ആയം കാണുക. അതായത് 71 കോൽ 21 അങ്കുലമാണ്. ഇൻറ്റു 8/12. അതിന് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്.
അപ്പൊ 71 കോൽ 21 അങ്കുലം, അതിന് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുക. മൾട്ടിപ്ലൈഡ് ബൈ 8 ഡിവൈഡഡ് ബൈ 12. അതിന്റെ ശിഷ്ടമാണ് ആയം. അപ്പൊ അതിൽ 71-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 568 കിട്ടും. 21-നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 168 കിട്ടും. ബൈ 12. ഇങ്ങനെ സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതി പോണം. ഇനി 168 നമുക്കറിയാലോ അങ്കുലം എത്ര കോൽ? 24 ആകുമ്പോൾ നമുക്ക് 7 കോലായിരിക്കും. 24 7 168. അപ്പൊ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കണം. 168. അപ്പൊ ആ 7 കോലും ഈ കോലിന്റെ കൂടെ 568 7 575 വരും. അപ്പം അങ്കുലം ഇല്ല. 575 കോൽ ഡിവൈഡഡ് ബൈ 12. ഇനി 575-നെ 12 കൊണ്ട് ഹരിക്കണം. നമ്മൾ എപ്പോഴും ഇത് ഹരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ശിഷ്ടം കാണണമെങ്കിൽ ഇങ്ങനെ ഹരിക്കുന്നത് നല്ലത്. 575 ഡിവൈഡഡ് ബൈ 12. 12 4 48. ശിഷ്ടം 9. 5 താഴത്തേക്ക് 95. 12 7 84. ശിഷ്ടം 11. അപ്പൊ ശിഷ്ടം 11 വരുന്നത്. അപ്പൊ ആയം സമം 11 എന്ന് വരും. ആയം സമം 11. പിന്നെ വ്യയവും യോനിയും കാണണം. ആയം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വ്യയവും യോനിയും കാണണം. അത് നിങ്ങൾ തന്നെ കാണുക. ഞാൻ ഇത് കാണിച്ചു തന്നു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് കാണുക. വ്യയവും യോനിയും കാണുക. കണ്ടിട്ട് ഉത്തരം പറയുക. വ്യയം എത്രയാണ്, യോനി എത്രയാണ്? കണ്ടു കഴിഞ്ഞ ഉടനെ പറയണം. ആർക്കെങ്കിലും അതിനൊക്കെ ആൻസർ കിട്ടിയ ഉടനെ പറയണം. എല്ലാവരും ചെയ്യണം. ഇന്നിപ്പം കൂടുതൽ സമയം എടുക്കും. നമുക്കിപ്പോൾ 9 സമയം നമ്മുടെ തീരാറായി. അപ്പൊ ഞാൻ ആൻസർ തരാം, നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാവരും ചെയ്യണം ഇത്. പക്ഷെ ഇത് ചെയ്യാൻ വെറുതെ ഞാൻ ആൻസർ തന്ന് നിങ്ങൾ എഴുതിയെടുത്തോണ്ട് യാതൊരു പ്രയോജനമില്ല. വ്യയം കറക്റ്റായിട്ട് ചെയ്യുമ്പം 5 15 എന്ന് വരും. യോനി കറക്റ്റായിട്ട് ചെയ്യുമ്പം 7 15 എന്ന് വരും. അപ്പൊ ഇവിടെ വയാധിക ദോഷം ഉണ്ടോ? നിങ്ങൾ പറയാം, വയാധിക ദോഷം ഉണ്ടോ? ഇത് നിങ്ങൾ ചെയ്യണം. വീട്ടിൽ പോയി ചെയ്തിട്ട് ചെയ്യണം. വ്യയവും യോനിയും. വയാധിക ദോഷം ഉണ്ടോ? ഇല്ല സർ. ഇല്ല. ആയത്തേക്കാൾ വ്യയം കുറവാണ്. അപ്പൊ അത് നല്ലതാണ്. അതിന് വയാധിക ദോഷമില്ല. പക്ഷെ യോനിപ്പൊരുത്തം ഇല്ല. കാരണം 7-നും 8-നും ഇടയ്ക്കാണ് യോനി. 7 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗജയോനിയാണ്. 8 എന്ന് പറഞ്ഞാൽ വായസയോനിയാണ്. അപ്പൊ ഗജയോനിക്കും വായസയോനിക്കും ഇടയ്ക്കാണ് യോനി വന്നേക്കുന്നത്. അപ്പൊ യോനിപ്പൊരുത്തം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ചുറ്റളവ് മാറ്റി വെക്കുള്ളൂ. ആ തായ്വീട്ട് ചുറ്റളവാണ് യോനിപ്പൊരുത്തം. ഇതിൽ ഏതെങ്കിലും ഒരു ദോഷം വന്നാൽ, വയാധിക ദോഷമോ അല്ലെങ്കിൽ യോനിപ്പൊരുത്തം, ഏതെങ്കിലും ഒരു ദോഷം, രണ്ടും കൂടെ വന്നാൽ എന്തായാലും വേണം. ഏതെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിലും ചുറ്റളവ് മാറി വെക്കും. ഇപ്പൊ ഗജയോനിക്കും വായസയോനിക്കും മധ്യയാണ്. ഇപ്പൊ തായ് വീടിന് യോനിപ്പൊരുത്തം ഇല്ല. കാരണം ഇത് പടിഞ്ഞാറ്റിനാണ്. പടിഞ്ഞാറ്റിക്ക് അത് പിന്നെ നമുക്കറിയാം വൃഷഭയോനി അത്യുത്തമവും ധ്വജം സിംഹം ഗജം യോനികൾ ഉത്തമവുമാണ്. അപ്പൊ ഇവിടെ അതൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് തായ് വീടിന് യോനിപ്പൊരുത്തം ഇല്ല. അപ്പൊ ഇനി ഇത് കറക്റ്റ് ചെയ്യണം. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇന്നിപ്പോ അടുത്ത ക്ലാസ്സിൽ ഇത് കറക്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങളൊന്ന് ചെയ്തുകൊണ്ട് വരാൻ നോക്കുക. ഇതിന്റെ ആൻസർ ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ അടുത്ത ദിവസം നമ്മൾ ചെയ്യും. എന്നാലും നിങ്ങളൊന്ന് ചെയ്യാൻ നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ സംശയത്തിലേക്ക് വരികയാണ്, ഡൗട്ട്സിന്. അപ്പൊ ഇത്രയായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇപ്പൊ ഡൗട്ട് ക്ലിയറിംഗ് ആണ്.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ്സിലോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. സാറേ, എൻ്റെ പേര് രമേഷ് കുമാർ. ഒരു സംശയം ചോദിക്കാനാണ്. സാറേ, നമ്മള് പിന്നെ പടിഞ്ഞാറ്റിനിയായ ഒരു വീടിന് വെളിയിൽ നമ്മൾ സ്റ്റെയർ കേസ് പണിയുമ്പം ഏത് ഭാഗത്താണ് പണിയേണ്ടത്? അത് വീടിനകത്തായാലും വെളിയിലായാലും തെക്കിന്റെ മധ്യം, പടിഞ്ഞാറിന്റെ മധ്യം, വടക്ക് പടിഞ്ഞാറ്, തെക്ക് കിഴക്ക്, ഈ 4 സ്ഥലത്തും സ്റ്റെയർ കേസ് ആകാം. മറ്റെവിടെ സ്റ്റെയർ കേസ് വന്നാലും ഒറ്റനില വീടാണ്, ടെറസിലോട്ട് കയറുന്ന സ്റ്റെയർ കേസ് ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറും ആകാം, കന്നിമൂലയിലും ആകാം. അല്ലെങ്കിൽ കന്നിമൂലയിൽ ഒരു കുഴി വരുന്ന അല്ല. രണ്ടാമത്തെ നില താമസിക്കുന്നവർക്ക് കന്നിമൂലയിലെ സ്റ്റെയർ കേസ് ദോഷമാണ്. അപ്പൊ അതുകൊണ്ട് അകത്തായാലും വെളിയിലായാലും സ്ഥാനത്തിന് വ്യത്യാസമില്ല സ്റ്റെയർ കേസിന്. ഒന്നുകൂടെ സ്ഥാനം പറയോ? പടിഞ്ഞാറ് മധ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, പുസ്തകം നോക്കിയാൽ അറിയാം. ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറയാം. പടിഞ്ഞാറിന്റെ മധ്യം, തെക്കിന്റെ മധ്യം, പടിഞ്ഞാറിന്റെ മധ്യം, തെക്കിന്റെ മധ്യം, തെക്ക് കിഴക്ക്, അഗ്നിമൂല തെക്ക് കിഴക്ക്, പിന്നെ വായുമൂല വടക്ക് പടിഞ്ഞാറ്. ഈ 4 സ്ഥലത്തും എവിടെയാണെങ്കിലും കറക്ഷൻ ഒന്നും വേണ്ട. സ്റ്റെയർ കേസ് ആകാവുന്ന സ്ഥലങ്ങളാണ്. ബാക്കി എവിടെ വന്നാലും സ്റ്റെയർ കേസ് ദോഷമാണ്. വേറെ എന്തെങ്കിലും സംശയം? സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പൊ അടുത്ത ക്ലാസ് എനിക്ക് തോന്നുന്നു നമ്മള് ശനിയാഴ്ച ഓഫ്ലൈനാണോ അതിനു മുമ്പ് ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ടോ? ഞാൻ ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ ഇപ്പം ഇല്ല. ഹലോ, അടുത്ത ക്ലാസ് ആർക്കും ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. ഓക്കെ, നേരത്തെ അയച്ചതിനുള്ള അനുസരിച്ച് അടുത്ത ക്ലാസ് 25 ഓൺലൈൻ ആണല്ലേ? ആയിരിക്കും, കാരണം 29 മറ്റോ ആണെന്ന് തോന്നുന്നു കോളേജ് അവധി. അതിന് പിന്നെ ഓണത്തിന്റെ അവധി, കോളേജിന്റെ അവധി 25 തീരുമില്ല. അപ്പൊ അതുകൊണ്ട് 25-ാം തീയതി ആണെങ്കിൽ ഓൺലൈൻ ആയിരിക്കും. അപ്പൊ അന്ന് ഇന്ന് ചെയ്തതിന്റെ ആ 2 നമ്മൾ പിന്നെ ആയം നമ്മളിവിടെ ചെയ്തു, വ്യയവും യോനിയും നമ്മൾ ചെയ്തില്ല. അതിന്റെ ആൻസർ തന്നു. അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾ ചെയ്തു നോക്കുക. തെറ്റുന്നത് തെറ്റിക്കോട്ടെ, വേണമെങ്കിൽ ഒരു പേപ്പറിൽ മറ്റോ ചെയ്തുകൊണ്ട് വരും. നമുക്ക് ഇവിടെ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതുന്നത് ഇവിടെ ചെയ്താം, നമ്മൾ ചെയ്യാം. പക്ഷെ അപ്പൊ ചെയ്തുകൊണ്ട് വരെ ഒരു ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നും എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് വരുന്ന ഇതാണ്. ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകളൊക്കെ പ്രാക്ടിക്കലായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ആരും സംശയമൊന്നും ഇല്ലാന്ന് അറിയുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അടുത്ത ക്ലാസ്. ഓക്കെ, നമസ്കാരം. നമസ്കാരം. ഓഫ് ചെയ്യാണ്.